ചില മരണങ്ങൾ തനിക്ക് പിന്നിൽ വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ വിശ്വസിക്കുന്ന കണ്ണുകൾ നമ്മളെ ചതിച്ചേക്കാം. നമ്മൾ കേൾക്കുന്ന ചെവികൾ നുണകളെ സത്യമെന്ന് വിശ്വസിപ്പിച്ചേക്കാം. എന്നാൽ ഒരു കുറ്റവാളി എത്ര ബുദ്ധിപൂർവ്വം പദ്ധതിയിട്ടാലും അവൻ വിട്ടുപോകുന്ന ഒരൊറ്റ ചെറിയ തെളിവ് മതി മുഴുവൻ സത്യത്തെയും വിളിച്ചത് കൊണ്ടുവരാൻ. ഈ കഥ അത്തരത്തിലുള്ള ഒന്നാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ നടക്കുന്ന ഒരു പോരാട്ടം. മഴ ചാറുന്ന ജൂൺ മാസത്തിലെ അർദ്ധരാത്രി. തമിഴ്നാട് ECR റോഡിനോട് ചേർന്നുള്ള നെമ്മേലിയിൽ സമയം പുലർച്ചെ 3 മണി. തണുത്ത കാറ്റും പെയ്യുന്ന മഴയും ആ രാത്രിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. വീട്ടുകാരൻ എന്തോ സെക്യൂരിറ്റി ഓഫീസറാണെന്നാ പറഞ്ഞു കേട്ടെ. ചെറുതായി ഒന്ന് തള്ളിയപ്പോഴേക്കും വാതിൽ തുറന്നു. ഇവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണാവോ ജോലി കൊടുത്തത്. ഇന്നത്തെ ജോലി ഈസിയായി തന്നെ കഴിഞ്ഞു എന്ന് പെറുപെറുത്തുകൊണ്ട് 30 വയസ്സുകാരനായ ചിന്ന അപ്പാർട്ട്മെന്റിന്റെ കോമ്പൗണ്ട് മതിൽ ചാടിക്കടന്നു. ECRലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കേസുള്ളവനാണ് ചിന്ന. ഈ ആധുനിക കാലത്തും പൈപ്പിൽ പിടിച്ചു കയറി മുകളിൽ ചെന്ന് മോഷണം നടത്തുന്നവനാണ് അവൻ. ജനൽ തകർന്നിരുന്നതിനാൽ പോലീസ് ആദ്യം തിരയുന്നത് ഇവനെയായിരിക്കും. പതിവ് പോലെ ചുവരിൽ ചവിട്ടി മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന പൈപ്പിൽ പിടിച്ചു കയറി 1-ാം നിലയിലെ ജനലിനടുത്തെത്തി. അവന് വേണ്ടി കാത്തിരുന്നതുപോലെ ഗ്ലാസ് ജനലുകൾ അവന്റെ ചെറിയ ശ്രമത്തിൽ തന്നെ തുറന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വീട്ടിൽ ആരുമില്ലെന്ന് ശ്രദ്ധിച്ചിരുന്നതിനാൽ പേടിയില്ലാതെ എല്ലാ മുറികളിലും കയറിയിറങ്ങി 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ ജോലി തീർത്തു. കാലിയായി വന്ന അവന്റെ ബാഗ് ഇപ്പോൾ മോഷ്ടിച്ച സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ പുറത്തിറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി പോലീസ് പട്രോളിംഗ് സംഘം അവിടെയെത്തി. റെയിൻകോട്ടും കാക്കി യൂണിഫോമും ധരിച്ച 2 പോലീസുകാർ ലാത്തിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഏയ്, ആരാടാ നീ? ആരായി മതിൽ ചാടി വരുന്നത്? സാർ, അത് ഡ്യൂട്ടിക്ക് സമയമായി സാർ. മെയിൻ ഗേറ്റ് വഴി പോകാനാണേ കുറേ നടക്കണം. അങ്ങനെ പോയാൽ വൈകും. അതാ സാറേ. ഞാൻ സാധാരണ ഇങ്ങനെയാ പോകാറുള്ളേ. അപ്പൊ ഇതുവരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടല്ലോ. അതാ സാർ ഞാനും ഒന്ന് പേടിച്ചു പോയേ എന്നും പറഞ്ഞ് ചിന്ന ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് അവനെ വിശ്വസിച്ചില്ല. പോലീസ് അവനെ അടുത്തേക്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് ചിന്ന അവനെ തള്ളിയിട്ടോടാൻ തുടങ്ങി. പോലീസിന്റെ ബൈക്ക് അവനെ പിന്തുടർന്നു. ചിന്ന ഇടവഴികളിലൂടെ ഓടി. നായ്ക്കൾ കുരയ്ക്കുന്നു. മഴ പെയ്യുന്നു. ഇരുട്ട് നിറഞ്ഞ ഒരു വേട്ടയാടൽ അവിടെ നടന്നു. ഒടുവിൽ അവൻ ഓടിക്കയറിയത് നെമ്മേലി പാർക്കിലേക്കാണ്. പുതുതായി നിർമ്മിച്ച ആ പാർക്കിന്റെ കോമ്പൗണ്ട് മതിൽ ചാടി അവൻ അകത്തേക്ക് കുതിച്ചു. പാർക്കിനുള്ളിലേക്ക് ചാടിയ ചിന്ന അവിടെ നിന്ന് ഓടാനോ ഒളിക്കാനോ ശ്രമിക്കാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു. തന്റെ മുന്നിലുള്ള എന്തോ ഒന്ന് അവൻ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവനെ സമീപിച്ച പോലീസുകാർ അവന്റെ നോട്ടം പോയ ദിശയിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് തലയിൽ ഷോക്കേറ്റതുപോലെ തോന്നി. പാർക്കിന്റെ മൂലയിൽ ഒരു സിമന്റ് തറയിൽ വെച്ചിരുന്ന ടാങ്കിന് മേൽ തുറിച്ച കണ്ണുകളുടെ ഒരു പുരുഷന്റെ മൃതദേഹം ചാരിയിരിക്കുന്നുണ്ടായിരുന്നു. കമ്മീഷണർ ഓഫീസ്. സമയം രാവിലെ 10 മണി. കോൺഫറൻസ് ഹാളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ആകൃതിയിലുള്ള ടേബിളിന് ചുറ്റും കൂടിയിരിക്കുകയായിരുന്നു. സർ, സംസാരിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർക്കിടയിലേക്ക് കമ്മീഷണർ വിദ്യാധരൻ കടന്നുവന്നു. അദ്ദേഹത്തെ കണ്ടതും എല്ലാവരും നിശബ്ദരായി. എല്ലാവർക്കും നടുവിലായി ഇട്ടിരിക്കുന്ന കസേരയിൽ വന്നിരുന്ന കമ്മീഷണർ നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സമയക്കുറവുള്ളതിനാൽ ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്തം വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓഫീസർ ഇടപെട്ടു. എന്താണ് സർ, വല്ല ഭീഷണിയും ഉണ്ടോ? പറയാം. ആദ്യം ഞാൻ പറയുന്നത് ശാന്തമായൊന്ന് കേൾക്ക്. ക്ഷമിക്കണം സർ. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും നൽകുന്ന മികച്ച വ്യവസായികൾക്കുള്ള ദേശീയ പുരസ്കാര ചടങ്ങിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. സാധാരണ ഈ ചടങ്ങിൽ രാഷ്ട്രപതി മുതൽ രാജ്യത്തെ എല്ലാ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കാറുണ്ട്. ചിലപ്പോൾ പ്രധാനമന്ത്രി പോലും നേരിട്ട് പങ്കെടുക്കുന്ന ചടങ്ങാണിത്. ഇത്തവണ ഈ ചടങ്ങ് നമ്മുടെ ചെന്നൈയിൽ മഹാബലിപുരത്തിനടുത്ത് വളരെ ഗംഭീരമായി നടത്താൻ മുകളിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇത്തവണ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇതിൽ പങ്കെടുക്കുന്നു എന്നതാണ്. സുരക്ഷയ്ക്കായി കേന്ദ്ര പോലീസും എത്തും. നമ്മൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. ചടങ്ങ് അടുത്ത മാസം തന്നെ നടക്കും. ഇത് കേട്ട് ഒരു ഓഫീസർ ഞെട്ടിപ്പോയി. എന്ത്, അടുത്ത മാസമോ സർ? അതെങ്ങനെ സാധ്യമാകും? പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളുമെല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് 1 മാസത്തിനുള്ളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നത് അസാധ്യമല്ലേ സർ? നമുക്ക് കുറഞ്ഞത് 3 മാസമെങ്കിലും വേണ്ടേ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓഫീസർ. പക്ഷേ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ചെയ്തേ തീരൂ. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എന്ത് സാഹചര്യമാണെങ്കിലും ഇത് വലിയ റിസ്ക് ആണ് സർ. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് കരകയറുന്നത് അത്ര എളുപ്പമല്ല. അത് തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മായ്ക്കാനാവാത്ത കറയായി മാറും. വേറെ വഴിയില്ല ഓഫീസർ. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണിത്. ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏകാശ്വാസം കേന്ദ്ര പോലീസ് സഹായത്തിന് വരുന്നു എന്നതാണ്.
അതുകൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. കേന്ദ്ര പോലീസിൽ നിന്ന് ആരാണ് വരുന്നത് സർ എന്ന് മറ്റൊരു ഓഫീസർ ചോദിച്ചു. അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. CRPF അല്ലെങ്കിൽ NSC ആര് വേണമെങ്കിലും ആകാം. നമുക്ക് വേണ്ട ആളുകളെ ചോദിച്ചു വാങ്ങി സുരക്ഷയ്ക്ക് ഉപയോഗിക്കാം. നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് ആവശ്യമായ റിസോഴ്സുകൾ ഒരുക്കിയാൽ മതി. വേണ്ടതെന്ന് എടുത്തോളാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഓഫീസർ പറഞ്ഞു, പക്ഷേ സർ, കേന്ദ്ര പോലീസ് ഓഫീസർമാരെ കൈകാര്യം ചെയ്യുന്നത് പ്രയാസമാണ്. അവർ നമ്മളെ ബഹുമാനിക്കില്ല. അവർ വന്ന് സുരക്ഷാ ചുമതല ഏറ്റെടുക്കുക എന്നത് നമുക്ക് അപമാനമല്ലേ സർ? ശരിയാണ് എന്ന് മറ്റൊരു ഓഫീസർ ശരിവെച്ചു. പക്ഷേ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന ചടങ്ങിൽ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്കറിയില്ലേ? നമുക്ക് ഒട്ടും സമയമില്ല. അതുകൊണ്ട് അവരുടെ സഹായത്തോടെ ഒരു മാസത്തിനുള്ളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലാണ് നമ്മൾ. എന്തു വന്നാലും സഹിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഓഫീസർ ചോദിച്ചു, സർ, എനിക്കൊരു സംശയം. ഇത്തരം ചടങ്ങുകൾ സാധാരണ ഡൽഹിയിലാണല്ലോ നടക്കാറുള്ളത്. ഇപ്പോഴെന്താണ് പുതുതായി തമിഴ്നാട്ടിൽ, അതും മഹാബലിപുരത്ത് നടത്താൻ പ്രത്യേക കാരണം വല്ലതുണ്ടോ? കാരണമില്ലാതിരിക്കോ? ഇതിന് പിന്നിൽ പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ട്. കുറച്ചുനാൾ മുമ്പ് വരെ തമിഴ്നാട്ടിലെ ഭരണകക്ഷി കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തിനോടൊപ്പമായിരുന്നു. ഇപ്പോൾ ആ സഖ്യം തകർന്ന് അവർ കേന്ദ്ര ഭരണപക്ഷവുമായി ചേർന്നിരിക്കുകയാണ്. ഇത് പഴയ സഖ്യകക്ഷികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുമ്പ് സഖ്യത്തിൽ തന്റെ പ്രാധാന്യം തെളിയിക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ഈ ചടങ്ങ് ഇവിടെ നടത്താൻ ഏർപ്പാട് ചെയ്തു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയെയും തമിഴ്നാട് സന്ദർശിപ്പിക്കുന്നത് വഴി തന്റെ സ്വാധീനം ഉറപ്പിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. അതുകൊണ്ട് ഇത് വെറുമൊരു അവാർഡ് ചടങ്ങല്ല. ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയമുണ്ട്. നമുക്കിതിനെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് എന്തു ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം. കമ്മീഷൻ പറഞ്ഞു നിർത്തിയതും ഓഫീസർമാർ ഓരോരുത്തരായി സംസാരിക്കാൻ തുടങ്ങി. സർ, ഓരോ ഏരിയയായി തിരിച്ച് ചുമതലകൾ നൽകാം എന്നൊരാൾ പറഞ്ഞു. 1 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം യോഗ അവസാനിച്ചു. ശരി ഓഫീസേഴ്സ്, നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി. നിങ്ങൾ 2 ദിവസം കൂടി എടുത്തോളൂ. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കി. 2 ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് കമ്മീഷണർ എഴുന്നേറ്റു. കോൺഫറൻസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി കമ്മീഷണർ തന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ കോൺസ്റ്റബിൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പരിഭ്രമത്തിലായിരുന്നു. കമ്മീഷണർ സീറ്റിലിരുന്നതും കോൺസ്റ്റബിൾ സംസാരിച്ചു തുടങ്ങി. സർ, ഇന്റലിജൻസിൽ നിന്ന് ഒരു വിവരം വന്നിട്ടുണ്ട്. വളരെ അത്യാവശ്യമായ കാര്യമാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാർ ഇത് ഉടൻ ശ്രദ്ധിക്കണം. എന്താണെന്ന് പറയൂ, കമ്മീഷണർ ചോദിച്ചു. മുംബൈ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു തീവ്രവാദി കുറച്ചുനാൾ മുമ്പ് ജയിൽ ചാടി സർ. അവൻ തമിഴ്നാട്ടിലേക്ക് വന്നിട്ടുണ്ടാകാമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ഫയൽ പ്രത്യേകം നിങ്ങളുടെ കയ്യിൽ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റബിൾ ഒരു ഫയൽ നീട്ടി. അതെന്താണെന്ന് കമ്മീഷണർ ചോദിച്ചപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു, സർ, ഇതിൽ ആ തടവു പുള്ളിയുടെ വിവരങ്ങളും ഫോട്ടോയും ഉണ്ട്. ഇതിലൊരു കാര്യം ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ട ആ തീവ്രവാദിയുടെ സാന്നിധ്യം മഹാബലിപുരത്തിനടുത്ത് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടത്രേ. അതാണ് സാറിനോട് നേരിട്ട് പറയാൻ പറഞ്ഞത്. ഇത് കേട്ടതും കമ്മീഷണർ ആകെ വിയർത്തുപോയി. പുലർച്ചെ 4 മണി. നെമേലി മുനിസിപ്പൽ പാർക്കിൽ മഴയുടെ ശബ്ദത്തെ കീറിമുറിച്ചുകൊണ്ട് പോലീസ് വണ്ടികളുടെ സൈറൻ മുഴങ്ങി. രാത്രി മുഴുവൻ പെയ്ത മഴയുടെ നനവും മാറിയിരുന്നില്ല. പാർക്കിലെ പുൽമൈതാനിയിൽ മഴത്തുള്ളികൾ മുത്തുപോലെ തിളങ്ങി. പാർക്കിനു ചുറ്റും പോലീസ് മഞ്ഞ ടേപ്പുകൾ കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു. അയൽപ്പക്കത്തെ വീടുകളിലെ ജനലുകളിലൂടെയും ബാൽക്കണിയിലൂടെയും ആളുകൾ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചുവന്ന ലൈറ്റുകൾ മിന്നുന്ന ഒരു പോലീസ് ജീപ്പ് പാർക്കിന്റെ കവാടത്തിൽ വന്നു നിന്നു. വാതിൽ തുറന്ന് ഏരിയ ഇൻസ്പെക്ടർ രാജശേഖർ പുറത്തിറങ്ങി. മധ്യവയസ്കനായ അദ്ദേഹത്തിന് ഗാംഭീര്യമുള്ള രൂപമായിരുന്നു. പൊക്കത്തിനൊത്ത ശരീരപ്രകൃതിയും കട്ടിമീശയും അദ്ദേഹത്തിന്റെ അധികാരഭാവം വർദ്ധിപ്പിച്ചു. പാതിവഴിയിൽ മുറിഞ്ഞുപോയ ഉറക്കം കാരണം കണ്ണുകൾ ചുവന്നിരുന്നെങ്കിലും മുഖത്ത് തളർച്ചയുണ്ടായിരുന്നില്ല. SI കുമാറും ഹെഡ് കോൺസ്റ്റബിൾ രാഘവനും ഓടിവന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വരൂ സർ, SI കുമാർ സ്വാഗതം ചെയ്തു. ബോഡി എവിടെയാണ്? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇവിടേക്ക് വരൂ സർ, കുമാർ വഴി കാണിച്ചു. അവർ പാർക്കിന്റെ വിജനമായ ഒരു ഭാഗത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ രാജശേഖർ അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘം വന്നോ? ആംബുലൻസിൽ വിവരം നൽകിയോ? ഇതുവരെ എത്തിയിട്ടില്ല സർ, പക്ഷേ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, SI കുമാർ പറഞ്ഞു. പാർക്കിന്റെ ഒരു വശത്ത് മതിലിനോട് ചേർന്ന് വെച്ചിരുന്ന വാട്ടർ ടാങ്കിന് സമീപമായിരുന്നു ആ മൃതദേഹം. കൈമുട്ട് വരെ മടക്കി വെച്ച ചാരനിറത്തിലുള്ള ഷർട്ടും അഴുക്ക് പുരണ്ട ജീൻസ് പാൻറ്റുമായിരുന്നു വേഷം. രാത്രി പെയ്ത മഴയിൽ നനഞ്ഞ് അത് കുതിർന്നിരുന്നു. ഏതാനും ദിവസങ്ങളായി വെട്ടാത്ത താടിയും മീശയും മുഖത്തുണ്ടായിരുന്നു. ഉത്തരേന്ത്യൻ ഛായയുള്ള ഒരു മുഖമായിരുന്നു അത്. ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു.
ഇല്ല സർ, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാനൊരു നോർത്ത് ഇന്ത്യൻ ലുക്കുണ്ടല്ലോ കുമാറേ. ശരി, ഇവിടെ വാച്ച്മാൻ ഇല്ലേ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഉണ്ട് സർ, ദാ നിൽക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല, കുമാർ പറഞ്ഞു. അവിടെ ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അഴുക്ക് പിടിച്ച കള്ളി ഷർട്ടും കാക്കി പാൻറ്റുമായിരുന്നു വേഷം. നരച്ച മുടി പാറിപ്പറന്ന് കിടക്കുന്നു. 10 ദിവസത്തെ വളർച്ചയുള്ള നരച്ച താടിയും മീശയും മുഖത്തുണ്ട്. ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് നടന്നതെന്ന് പറയൂ, ഇൻസ്പെക്ടർ ചോദിച്ചു. അത് പിന്നെ സർ, ഈ പാർക്ക് പണിതിട്ട് 3 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പാർക്കുള്ള കാര്യം അധികം ആർക്കും അറിയില്ല. വലിയ തിരക്കൊന്നും ഉണ്ടാകാറില്ല. രാത്രിയിൽ ശല്യമൊന്നുമില്ല. എനിക്ക് ചെറിയൊരു കുടിക്കണ ശീലമുണ്ട് സാറേ. അതുകൊണ്ട് രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒരു 10 മണിക്ക് ശേഷം ഒരു ചെറിയ ക്വാർട്ടറൊക്കെ അടിച്ച് കിടന്നുറങ്ങും. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയും അതുപോലെ കുടിച്ചു കിടന്നുറങ്ങിയതാണ് സാർ. അതിനുശേഷം ആരോ വന്ന് ഇത് ചെയ്തിട്ട് പോയിരിക്കുന്നു. നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാറിൽ വന്ന് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. ടയറിന്റെ പാടുകൾ ഇവിടെ വ്യക്തമാണ്. നിങ്ങളൊരു ശബ്ദവും കേട്ടില്ലേ? ഇല്ല സാർ, രാത്രി നല്ല മഴയായിരുന്നു. തണുപ്പ് സഹിക്കാൻ വയ്യാതെ കുടിച്ച ഉടനെ ഞാൻ മോട്ടോർ റൂമിൽ പോയി കിടന്നു. കിടന്ന ഉടനെ നല്ല ഉറക്കായിപ്പോയി. പുലർച്ചെ 3 മണിക്ക് പോലീസുകാർ വന്ന് തട്ടിയപ്പോഴാ ഞാൻ ഉണർന്നേ, വാച്ച്മാൻ പറഞ്ഞു. ശരി, മരിച്ചയാളെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർക്കിലോ പുറത്തോ അവിടെ എവിടെയെങ്കിലും? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല. കുറച്ചു നിമിഷം ആലോചിച്ച ശേഷം രാജശേഖർ എസ്ഐയോട് പറഞ്ഞു. കുമാർ, ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്ത്. ഫോൺ നമ്പറും അഡ്രസ്സും കുറിച്ചോളൂ. ശേഷം വാച്ച്മാനോട് പറഞ്ഞു. ശരി, നിങ്ങളിപ്പോൾ പൊക്കോ. എങ്ങോട്ടെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞിട്ടേ പോകാവൂ. ശരി സാർ, എന്ന് പറഞ്ഞ് വാച്ച്മാൻ അവിടെ നിന്ന് ഇറങ്ങി. രാജശേഖർ വീണ്ടും മൃതദേഹത്തിനടുത്തേക്ക് തിരിഞ്ഞു. തല മുതൽ പാദം വരെ സൂക്ഷ്മമായി പരിശോധിച്ചു. എവിടെയും മുറിവുകളോ രക്തക്കറയോ ഇല്ലായിരുന്നു. മിനിറ്റുകളോളം മൃതദേഹം വിശദമായി പരിശോധിച്ച അദ്ദേഹം ബോഡിയിരുന്ന സ്ഥലവും വാട്ടർ ടാങ്കിന് ചുറ്റുമുള്ള ഭാഗവും പരിശോധിച്ചു. അവിടെയും ഒന്നും കിട്ടിയില്ല. അദ്ദേഹം എഴുന്നേറ്റു. ബോഡിയുടെ പോക്കറ്റുകളെല്ലാം പരിശോധിച്ചോ കുമാർ? എന്തേലും കിട്ടിയോ? പരിശോധിച്ചു സാർ, ഒന്നുമില്ല. അവർ സംസാരിച്ചുകൊണ്ട് മാറി നിന്നപ്പോൾ പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. ഗേറ്റിന് പുറത്തു വന്ന് നിന്ന കാറിൽ നിന്നും ഫോറൻസിക് വിദഗ്ധർ ഇറങ്ങി വന്നു. അവർക്ക് പിന്നാലെ സൈറൻ മുഴുകി ഗവൺമെന്റ് ആംബുലൻസ് എത്തി. ആംബുലൻസിൽ ആളുകളുടെ ഹെഡ് കോൺസ്റ്റബിൾ വിവരം പറഞ്ഞ് കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്ന ഫോറൻസിക് ടീം ഹെഡ് ചന്ദ്രശേഖരനോട് ഇൻസ്പെക്ടർ ചോദിച്ചു. എന്താ ചന്ദ്രശേഖർ, പുലർച്ചെ തന്നെ വിളിപ്പിച്ചല്ലേ? എന്ത് ചെയ്യാനാ ഇൻസ്പെക്ടർ, നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിൽക്കുന്നു. ബോഡി എവിടെ? രാജശേഖർ കൈകാട്ടി കാണിച്ചു കൊടുത്തു. ദാ അവിടെയുണ്ട്, പോയി നന്നായി പരിശോധിക്കൂ. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖറും സംഘവും മൃതദേഹത്തിന് ചുറ്റും കൂടി. രാജശേഖറും എസ്ഐയും പതുക്കെ നടന്ന് പുറത്തേക്ക് വന്നു. മതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് കുമാർ കാട്ടിക്കൊടുത്ത സ്ഥലത്ത് ഒരു കാറിന്റെ ടയർ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. രാജശേഖർ അവിടെ കുത്തിയിരുന്ന് ആ പാടുകൾ ശ്രദ്ധിച്ചു. അതിനടുത്ത് തന്നെ ഒരു ജോഡി ഷൂവിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. ഡിസ്പ്ലേയിൽ കമ്മീഷണർ എന്ന് തെളിഞ്ഞു. പുലർച്ചെ 4 മണിക്ക് കമ്മീഷണറുടെ കോൾ പ്രതീക്ഷിക്കാത്തതിനാൽ അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു. കമ്മീഷണറുടെ ഘനഗാംഭീര്യമുള്ള ശബ്ദം കേട്ടു. എന്തായി രാജശേഖർ, എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു സർ. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? സർ, നിങ്ങളുടെ ഏരിയയിൽ ഒരു ബോഡി കിട്ടിയല്ലോ, അത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇതുവരെയില്ല സർ. ശരി, ഉടനെ ആ മൃതദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചുതാ. അവിടെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഓഫീസിലേക്ക് വരൂ. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കമ്മീഷണർ ഫോൺ വെച്ചു. അത് കേട്ടതും രാജശേഖർ ആ തണുപ്പിലും വിയർക്കാൻ തുടങ്ങി. ഫോൺ വെച്ച ശേഷം രാജശേഖറിന് ആശയക്കുഴപ്പവും അത്ഭുതവും തോന്നി. ഇവിടെ നടന്ന കാര്യങ്ങൾ ഇത്ര വേഗം കമ്മീഷണർ എങ്ങനെ അറിഞ്ഞു? എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്ര പുലർച്ചെ വിളിച്ചത്. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ രാഘവൻ ഓടി വന്നു. എന്താ രാഘവൻ? സർ, നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. ശരി, നിങ്ങൾ ചെല്ല, ഞാൻ വരാം. പക്ഷെ രാഘവൻ അവിടെ തന്നെ മടിച്ചു നിന്നു. എന്താ രാഘവൻ, എന്തേലും ഉണ്ടോ? സർ, മരിച്ചയാളെ അടുത്തുള്ള ലോഡ്ജിൽ ഇടയ്ക്കിടെ കാണാറുള്ളതായി ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സർ. ആണോ? രാജശേഖറും കുമാറും പെട്ടെന്ന് ഉഷാറായി. അവർ വേഗത്തിൽ നടന്ന് മൃതദേഹത്തിനടുത്തെത്തി. മൃതദേഹം കിടത്തിയിരിക്കുകയായിരുന്നു. പോലീസ് ഫോട്ടോഗ്രാഫർമാർ ചിത്രം എടുക്കുന്നു. ലെൻസിലൂടെ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ചന്ദ്രശേഖർ തലയുയർത്തി. വരൂ രാജശേഖർ, ഇത് നിങ്ങൾക്ക് ഒരു ഭാഗ്യമുള്ള ദിവസമാണ്. എന്താ സർ, വല്ല പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? നമ്മുടെ ആളുടെ കൈ കൊണ്ടോ എന്ന് ചോദിച്ച് ഡോക്ടർ മൃതദേഹത്തിന്റെ വലത് കൈ പിടിച്ച് ഉള്ളം കൈ വിടർത്തി കാണിച്ചു. അതിലെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട രാജശേഖറിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു.
ഇതെന്താ സാർ ഇത്? നമ്മുടെ ആള് കയ്യിലൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും അതൊരു ഫോൺ നമ്പർ ആയിരിക്കും. മാർക്കർ കൊണ്ട് എഴുതിയത് കൊണ്ട് മഴ നനഞ്ഞിട്ടും പൂർണ്ണമായും മാഞ്ഞു പോകാതെ നിൽക്കുന്നു. പതുക്കെ വായിച്ചെടുക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് എടുത്ത് നീട്ടി. ദാ ഇൻസ്പെക്ടർ, ഞാനിതിൽ ആ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്ക്. ഇൻസ്പെക്ടർ രാജശേഖർ ആ കടലാസ് വാങ്ങി തുറന്നു നോക്കി. അത് 10 അക്കമുള്ള ഒരു ഫോൺ നമ്പർ ആയിരുന്നു. ഇതൊരു ഫോൺ നമ്പറാണ് എന്ന് പറഞ്ഞ് രാജശേഖർ ആ പേപ്പർ കുമാറിന് നൽകി. ഈ നമ്പർ ആരുടേതാണെന്ന് നോക്കൂ. ശരി സർ. SI കുമാർ പേപ്പർ വാങ്ങി. ഇൻസ്പെക്ടർ രാജശേഖർ ഡോക്ടർ ചന്ദ്രശേഖറിനോട് ചോദിച്ചു. മരണകാരണം എന്താണെന്ന് വല്ല സൂചനയും ലഭിച്ചോ സർ? ശ്വാസം മുട്ടിയുള്ള മരണമാണ്. വെള്ളത്തിൽ മുക്കിയതോ മുങ്ങി മരിച്ചതോ ആകാം. മറ്റു കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കൃത്യമായി പറയാൻ കഴിയൂ. ശരി, നിങ്ങൾ തുടരൂ. മൃതദേഹം ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ രാജശേഖർ മൃതദേഹത്തിന്റെ മുഖം തന്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് കമ്മീഷണർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. രാജശേഖർ ഹെഡ് കോൺസ്റ്റബിൾ രാഘവനോട് പറഞ്ഞു. നിങ്ങൾ ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ, അവനെ ഇങ്ങോട്ട് വിളിക്കേ. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന മെലിഞ്ഞു നീണ്ട ഒരു യുവാവ് വന്നു. അവന്റെ മുഖത്ത് ഭയമായിരുന്നു. ഇൻസ്പെക്ടർ ചോദിച്ചു. പേരെന്താണ്? കണ്ണൻ എന്നാണ് സർ. എന്താ ജോലി? വീട് എവിടെയാണ്? വീട് ഈ പാർക്കിന് തൊട്ടു പുറകിലാണ് സർ. ഇവിടെ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ വന്നതാണ്. ഞാൻ അടുത്തുള്ളൊരു ഹാർഡ്വെയർ കടയിൽ ജോലി ചെയ്യാണ്. ശരി, ഈ മരിച്ചയാളെ നിനക്കറിയാമോ? കണ്ടിട്ടുണ്ട് സർ, പക്ഷേ കൂടുതൽ വിവരമൊന്നും അറിയില്ല. നമ്മുടെ ഏരിയയിൽ മെയിൻ റോഡിൽ ഞാൻ ജോലി ചെയ്യുന്ന കടയ്ക്കടുത്തുള്ള ഒരു ലോഡ്ജിൽ ഇയാളെ പലതവണ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? ലൊക്കേഷൻ കൃത്യമായി പറയൂ. ECR കോവിലകം റോഡിൽ റോയൽ എൻഫീൽഡ് ഷോറൂമിനടുത്തുള്ള ശിവാനന്ദ ലോഡ്ജാണ് സർ. അതൊരു പഴയ കെട്ടിടമാണ് സർ. 10ഓളം മുറികളുള്ള ഒരു മാൻഷൻ പോലെയാണത്. അവിടെ കൂടുതലും ഉത്തരേന്ത്യക്കാരായ ജോലിക്കാരാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2-3 തവണ ഇയാൾ അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. രാജശേഖർ ഒന്ന് ആലോചിച്ചു. ശരി, നിന്റെ നമ്പർ നൽകിയിട്ട് പൊക്കോളൂ. ആവശ്യം വന്നാൽ വീണ്ടും വിളിക്കാം. തുടർന്ന് അദ്ദേഹം കുമാറിനോട് പറഞ്ഞു. കുമാർ, ഫോർമാലിറ്റീസൊക്കെ തീർത്ത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്ക്. ഞാൻ ആ ലോഡ്ജ് വരെ ഒന്ന് പോയിട്ട് വരാം. അന്വേഷണത്തിനായി രാജശേഖറും രാഘവനും ജീപ്പിൽ കയറി. പാർക്കിന് മുന്നിൽ തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി അവർ കോവലം റോഡിലേക്ക് തിരിച്ചു. അവർ ശിവാനന്ദ ലോഡ്ജിലെത്തി. അവിടെ റിസപ്ഷനിൽ ഉറങ്ങിക്കിടന്നിരുന്ന ജീവനക്കാരൻ പോലീസിനെ കണ്ടതും പരിഭ്രമിച്ചെഴുന്നേറ്റു. പേടിക്കണ്ട, ഒരു ചെറിയ അന്വേഷണത്തിന് വന്നതാണ്. നീ ഇതിന്റെ ഉടമസ്ഥനാണോ അതോ ജോലിക്കാരനാണോ? രാജശേഖർ ചോദിച്ചു. ഞാനിവിടെ ജോലി ചെയ്യുന്നതാണ് സർ. രാജശേഖർ തന്റെ ഫോണിലെ ഫോട്ടോ കാണിച്ചു. ഈ ആളെ നിനക്കറിയാമോ? ഇവിടെ താമസിക്കുന്നുണ്ടോ? അതെ സർ, റഹ്മത്ത് എന്ന പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ റൂം നമ്പർ 7ലാണ് താമസം. അവൻ ഒറ്റയ്ക്കാണോ താമസം? അതെ സർ, ഒറ്റയ്ക്കാണ്. വന്നിട്ട് 1 മാസമായി. പക്ഷെ ഇന്നലെ രാവിലെ പുറത്തുപോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവന്റെ വല്ല ID കാർഡോ അഡ്രസ്സോ വല്ലതും ഉണ്ടോ? ഞങ്ങൾ പേരും അഡ്രസ്സും ലെഡ്ജറിൽ കുറിച്ചു വെക്കും സർ. സാധാരണ ഇവിടെ ജോലിക്ക് വരുന്ന ആളായതുകൊണ്ട് ആരും ID വാങ്ങാറില്ല. ശരി, റൂമിന്റെ ചാവി എടുക്ക്. ജീവനക്കാരൻ പരിഭ്രമത്തോടെ ടേബിൾ ഡ്രോയർ തുറന്ന് ചാവി എടുത്തു നൽകി. അവർ മുകളിലെ നിലയിലേക്ക് നടന്നു. റൂം നമ്പർ 7 തുറന്നു. രാഘവൻ, സൂക്ഷിച്ചു പരിശോധിക്ക്. എന്തെങ്കിലും ഉപകാരപ്രദമായത് കിട്ടാതിരിക്കില്ല. അരമണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ രാജശേഖർ ഒരു പഴയ മഞ്ഞ നിറത്തിലുള്ള ഫയൽ കണ്ടെത്തി. കട്ടിലിരുന്ന് ആ ഫയൽ തുറന്നു നോക്കിയ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അതിനുള്ളിൽ പ്രമുഖ വ്യവസായിയായ അജിതയെ സംബന്ധിച്ച ഇംഗ്ലീഷ്, ഹിന്ദി പത്രവാർത്തകളുടെ കട്ടിങ്ങുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കമ്മീഷണർ ഓഫീസ്. സമയം രാവിലെ 10 മണി. കമ്മീഷണറുടെ മുന്നിൽ രാജശേഖരൻ കുമാർ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് രാജശേഖർ? ഇത് SI കുമാർ അല്ലേ? കമ്മീഷണർ ചോദിച്ചു. അതെ സാർ, ഞാൻ കുമാറാണ്. കുമാർ സല്യൂട്ട് ചെയ്തു. എന്തിനാണ് സാർ പുലർച്ചെ തന്നെ എന്നെ വിളിപ്പിച്ചത്? രാജശേഖർ ചോദിച്ചു. നിങ്ങളുടെ ഏരിയയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു. ഇപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? രാജശേഖർ വിവരിച്ചു. സർ, മരിച്ച ആൾ റഹ്മത്ത് എന്ന പേരിൽ ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്ന ആളാണ്. അവന്റെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. അത് സൈബർ സെല്ലിന് കൈമാറി. അവന്റെ മുറിയിൽ നിന്ന് ഒരു ഫയലും കൂടി കിട്ടി. അതിൽ വ്യവസായി അജിതയെക്കുറിച്ചുള്ള വാർത്തകളാണുള്ളത്. കമ്മീഷണർ തന്റെ മേശയ്ക്കുള്ളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് രാജശേഖറിന് നൽകി. ഇത് അവനാണോ എന്ന് നോക്കൂ. രാജശേഖർ ആ ഫോട്ടോ നോക്കി. അത് റഹ്മത്ത് തന്നെയായിരുന്നു. പക്ഷേ ഒരു തടവ് പുള്ളിയുടെ വേഷത്തിൽ. അവന്റെ കയ്യിലുള്ള സ്ലേറ്റിൽ അഹമ്മദ് റസാഖ് എന്നെഴുതിയിരുന്നു. അതെ സാർ, ഇവൻ തന്നെ. ആരാണ് സാർ ഇവൻ? പഴയ കുറ്റവാളിയാണോ? അതെ, പഴയ കുറ്റവാളിയാണ്. പക്ഷേ ഇവിടെയുള്ളവനല്ല. മുംബൈയിൽ നിന്ന് ഇന്നലെയാണ് ഒരു പ്രധാന ഫയൽ വന്നത്. മുംബൈ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു തീവ്രവാദി
അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി കുറച്ചു ദിവസം മുമ്പ് രക്ഷപ്പെട്ടുവെന്നും അവന്റെ സാന്നിധ്യം മഹാബലിപുരത്തിനടുത്തുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അവർ അയച്ച വിവരം ശരിയാണെന്ന് ഇന്നലെ നടന്ന സംഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. കമ്മീഷണർ പറഞ്ഞത് കേട്ട് രാജശേഖരന് അത്ഭുതവും ഞെട്ടലും തോന്നി. സർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇന്നലെ മരിച്ചത് ഒരു തീവ്രവാദിയാണോ? അതെ സർ. അങ്ങനെയെങ്കിൽ ജയിൽ ചാടി വന്നവനെ അവന്റെ സ്വന്തം ആളുകൾ തന്നെ കൊന്നതാകാം, അല്ലേ സർ? അപ്പോൾ നമ്മുടെ നഗരത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഈ ചോദ്യം പ്രതീക്ഷിക്കാതെ രാജശേഖർ ഒന്ന് ഭയന്നു. അത് അത് പിന്നെ സർ, ഞാൻ ഉദ്ദേശിച്ചത്. കമ്മീഷണർ ചിരിച്ചു. എന്താ, പേടിച്ചുപോയോ? ഞാൻ ചുമ്മാ ചോദിച്ചതാണ് രാജശേഖർ. സത്യത്തിൽ നിങ്ങൾ അറിഞ്ഞു പറഞ്ഞതാണോ അതോ വെറുതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഒരു തരത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. സത്യത്തിൽ നമുക്ക് ഈ കൊലപാതകമല്ല പ്രശ്നം. പക്ഷേ ഇതിൽ നിന്നാണോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. സർ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇൻസ്പെക്ടർ പറഞ്ഞു. രാജശേഖർ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതീവ രഹസ്യമായ കാര്യമാണ്. ഇറ്റ്സ് എ കോൺഫിഡൻഷ്യൽ മാറ്റർ. ഇന്നലെ ഇവിടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഇപ്പോൾ അതിന്റെ ഭാഗമായിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന മികച്ച ബിസിനസ്സുകാരുള്ള ദേശീയ പുരസ്കാര ചടങ്ങ് അടുത്ത മാസം മഹാബലിപുരത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. സർ, അടുത്ത മാസമാണോ? അതെ. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞാണ് ഇന്നലെ മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ കോൺഫറൻസിൽ സംസാരിച്ചതും. ആ മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്റലിജൻസിൽ നിന്ന് ആ തീവ്രവാദിയെക്കുറിച്ചുള്ള ഫയൽ വന്നത്. അവൻ മഹാബലിപുരത്തുണ്ടെന്ന് അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. രാജശേഖർ ഇടക്ക് കയറി ചോദിച്ചു. സർ, എനിക്കൊരു സംശയം. ഇന്നലെയാണ് ചടങ്ങിനെക്കുറിച്ചുള്ള വിവരം വന്നതെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഈ തീവ്രവാദി ജയിൽ ചാടിയിട്ട് കുറേ ദിവസങ്ങളായല്ലോ, അതെങ്ങനെയാണ്? ഇൻസ്പെക്ടർ, വിവരം നമുക്ക് ലഭിച്ചത് ഇന്നലെയാകാം. പക്ഷേ സാധാരണയായി പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളുകൾ 3 മാസം മുമ്പേ തീരുമാനിക്കപ്പെടാറുണ്ട്. ആ വിവരം അവിടെ നിന്ന് എങ്ങനെയോ ചോർന്നതാകാം. അതിനുശേഷം തീവ്രവാദികൾ അവരെ ലക്ഷ്യം വെച്ച് ഇവിടെ ആളെ അയച്ചതാകാം. ശരി സർ, ഏകദേശം മനസ്സിലായി. ഇപ്പോൾ എന്താ സംശയം? പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഈ തീവ്രവാദിയുടെ സാന്നിധ്യവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ സർ, ഈ സംശയത്തിന് ശക്തമായൊരു കാരണമുണ്ടാകണം. അവനിവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഈ ചടങ്ങും അവനും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്കെങ്ങനെ തീരുമാനിക്കാൻ കഴിയും? രാജശേഖർ ചോദിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബന്ധമില്ലെന്ന് തോന്നുന്നേ? സർ, അവനൊരു പിടികിട്ടാപ്പുള്ളിയാണ്. ഒളിവിൽ കഴിയാൻ അവൻ പല നഗരങ്ങളിലും പോയിട്ടുണ്ടാകാം. അങ്ങനെ അവൻ ചെന്നൈയിലും എത്തിയതാകാം. പക്ഷെ അവൻ വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചതെന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. ഒരു തീവ്രവാദി വെള്ളത്തിൽ മുങ്ങി മരിക്കൂ എന്നത് അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് വല്ല പ്രാദേശിക ശത്രുതയോ പിടിച്ചു പറയോ ആകാം. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഇവനും വെറുമൊരു യാദൃശ്ചികമാകാനാണ് സാധ്യത. ഇറ്റ് ഈസ് എ കോയിൻസിഡൻസ്. അല്ല രാജശേഖർ, അവന്റെ ലക്ഷ്യം പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ലായിരിക്കാം. പക്ഷേ അവനും ഈ ചടങ്ങും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ട്. അവൻ ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ അയക്കപ്പെട്ടവനാകാം. പക്ഷേ അതെങ്ങനെ സാർ ഇത്ര ഉറപ്പിച്ചു പറയുന്നു? പറയാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞ കമ്മീഷണർ തന്റെ മുന്നിലെ ഇന്റർകോം എടുത്ത് സംസാരിച്ചു. ഡി കെ എവിടെയുണ്ടെന്ന് പറയൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ഉടൻ കാണണമെന്ന് പറയൂ. ഡി കെ എന്ന് കേട്ടപ്പോൾ രാജശേഖർ അത്ഭുതപ്പെട്ടു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും ഡി കെയെ അറിയാം. മുൻ റോ ഏജന്റ് ആയിരുന്ന അദ്ദേഹം ഒരു അപകടത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് വിരമിക്കുകയും ഇപ്പോൾ ഒരു സ്വകാര്യ കുറ്റാന്വേഷണ ഏജൻസി നടത്തുകയും ചെയ്യുന്നു. തമിഴ്നാട് പോലീസിന്റെ വലം കൈയാണ് ഡി കെ. തെളിയിക്കാൻ കഴിയാത്ത പല കേസുകളും ഡി കെ പരിഹരിച്ചിട്ടുണ്ട്. രാജശേഖർ ചോദിച്ചു. സർ, ഡി കെയെ വിളിപ്പിച്ചിട്ടുണ്ടോ? അതെ രാജശേഖർ, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഡി കെയെ വിളിച്ചത്. പക്ഷേ സർ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല രാജശേഖർ, നമുക്ക് സമയമില്ല. തീർച്ചയായും നമുക്ക് സഹായം വേണ്ട സമയമാണിത്. സർ, സത്യത്തിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. സാറിന്റെ നടപടികൾ ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. എന്താണെന്ന് വ്യക്തമായി പറയൂ സർ. കമ്മീഷണർ വിവരിച്ചു. മരിച്ചവന്റെ മുറിയിൽ നിന്ന് ഒരു ഫയൽ കിട്ടിയില്ലേ? അതിൽ ബിസിനസ് വുമൺ അജിതയെക്കുറിച്ചുള്ള വിവരങ്ങളല്ലേ ഉണ്ടായിരുന്നത്? അതെ സർ. ആ അജിത ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം സർ, ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ഒരാളാണ്. പക്ഷെ അവർ പൊതുരംഗത്ത് അധികം പ്രത്യക്ഷപ്പെടാറില്ല. ഒരു മിസ്റ്റീരിയസ് വുമൺ, അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത്. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട് രാജശേഖർ. ഇതൊരു അതീവ രഹസ്യമാണ്. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ചെന്നൈയിൽ നടക്കുന്ന അവാർഡ് ചടങ്ങിൽ ഈ വർഷത്തെ മികച്ച ബിസിനസ്സുകാരനുള്ള അവാർഡ് വാങ്ങാൻ പോകുന്നത് ഈ അജിത ദേവിയാണ്. ഇതേ സമയം ഈ റോഡിൽ കാവേരി നദിക്കരയിലുള്ള ഒരു തോട്ടം വീട്ടിൽ നമ്മുടെ കഥാനായകൻ ഡി കെയും ശിഷ്യൻ ഋഷിയും ഇരിക്കുകയായിരുന്നു. ഋഷിക്ക് 27 വയസ്സാണ്. ക്രിമിനോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞവൻ. ബുദ്ധിശക്തിയാണ് അവന്റെ ബലം.
സംസാരം കൂടുതലാണെന്നത് അവന്റെ ബലഹീനതയും. അവരുടെ മുന്നിലിരിക്കുന്ന വ്യവസായി വിജയരാഘവൻ ഡി കെയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. സർ, നിങ്ങൾ എന്തായി പറയുന്നത്? വിജയരാഘവൻ ചോദിച്ചു. എന്താ സർ, നിങ്ങൾക്ക് ചെവി കേക്കില്ലേ എന്ന് ഋഷി കളിയാക്കി ചോദിച്ചു. വിജയരാഘവൻ അവനെ ദേഷ്യത്തോടെ നോക്കി. ഡി കെ, ഈ കേസ് അന്വേഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ഞാനാണ്. എന്നിട്ട് നിങ്ങൾ എന്നെ തന്നെ കുറ്റവാളിയാക്കുകയാണോ? നിങ്ങൾ നിങ്ങളെ ബുദ്ധിമാനെന്ന് കരുതിയ നിമിഷമായിരുന്നു അത് സർ, ഋഷി പരിഹാസത്തോടെ പറഞ്ഞു. ഋഷി, നീ ഒന്നും മിണ്ടാതിരിക്കെ, ഡി കെ പറഞ്ഞു. ശേഷം വിജയരാഘവനോട് പറഞ്ഞു. വിജയരാഘവൻ സർ, കേസ് അവസാനിച്ചു. നിങ്ങളുടെ മരുമകളെ കൊന്നത് പുറത്തു നിന്നുള്ള ആരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. ഇത് കേട്ട് വിജയരാഘവൻ എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ ഡി കെ തടഞ്ഞു. നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. തെളിവ് എവിടെയെന്നല്ലേ? അതെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊലയാളിയാണെന്ന് നിങ്ങൾ പറയുന്നത്? ഡി കെ ചിരിച്ചു. ശരി, നമുക്കത് ഇപ്പോൾ തന്നെ വ്യക്തമാക്കാം. ഡി കെ ഋഷിയെ നോക്കി. ഋഷി പുറത്തു പോയി കാറിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഫ്ലോർ മാറ്റുകളുമായി തിരിച്ചു വന്നു. വിജയരാഘവൻ സർ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതെൻ്റെ കാറിലെ മാറ്റുകളാണ്. ഡി കെ അതിൽ ഒരു മാറ്റ് മാത്രം ചൂണ്ടിക്കാട്ടി ചോദിച്ചു. ശരിയാണ് സാർ, പക്ഷേ ഇതിലൊന്നു മാത്രം പുതിയതാണല്ലോ, അതെന്താ? അത് പഴയതായിരുന്നു, അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. അതിനെന്താ? വിജയരാഘവൻ ചോദിച്ചു. സാറ് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറയാം. നിങ്ങൾ ആ മാറ്റിട്ടിരുന്നത് കാറിൻ്റെ ഡിക്കിയിലാണ്. ദിവസവും ഉപയോഗിക്കുന്ന കാല് വയ്ക്കുന്ന സ്ഥലത്തെ മാറ്റുകളെല്ലാം പഴയതാണ്. പക്ഷേ ആരും കാല് വയ്ക്കാത്ത ഡിക്കിയിലെ മാറ്റ് പഴയതായതുകൊണ്ട് മാറ്റിയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സത്യത്തിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഡിക്കിയിൽ മാറ്റ് ഇട്ടിട്ടേയില്ല. ഇപ്പോഴാണ് പുതിയ മാറ്റ് വാങ്ങിയിട്ടത്, ശരിയല്ലേ? വിജയരാഘവൻ ഞെട്ടിപ്പോയി. ഡി കെ തുടർന്നു. ഞാനന്ന് നിങ്ങളുടെ കാറിൽ കയറിയപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, നിങ്ങളുടെ കാറിൽ അമിതമായി ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം. രണ്ട്, ആ പെർഫ്യൂമിന്റെ മണത്തെയും മറികടന്ന് കാറിനുള്ളിൽ പറന്നു നടന്നിരുന്ന ഈച്ച. പെർഫ്യൂം അടിച്ച കാറിൽ ഈച്ച വരണമെങ്കിൽ അവിടെ എന്തിൻ്റെങ്കിലും അഴുകിയ മണം ഉണ്ടാകണം. നിങ്ങൾ ആ മണം മറയ്ക്കാനാണ് പെർഫ്യൂം ഉപയോഗിച്ചത്. ഇങ്ങനെ പറഞ്ഞ് ഡി കെ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡബ്ബയെടുത്തു. അതിന്റെ മൂടി തുറന്ന് വിജയരാഘവനെ കാണിച്ചു. അതിനുള്ളിൽ ചത്ത രണ്ട് ഈച്ചകളുണ്ടായിരുന്നു. സാധാരണ കാണുന്ന വീട്ടിലെ ഈച്ചകളേക്കാൾ 2-3 മടങ്ങ് വലിപ്പമുള്ള ആ ഈച്ചകളുടെ ശരീരത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വെളുത്ത വരകളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ വിജയരാഘവൻ? ഡി കെ ചോദിച്ചു. വിജയരാഘവൻ സംശയത്തോടെയും ഭയത്തോടെയും ഡി കെയെ നോക്കി. ഡി കെ വിശദീകരിക്കാൻ തുടങ്ങി. ഫോറൻസിക് സയൻസിൽ എൻറ്റമോളജി എന്നൊരു വിഭാഗമുണ്ട്. അവർ പ്രാണികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ്. ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ ശരീരം ജീർണിക്കാൻ തുടങ്ങും. ആ ഗന്ധം തിരിച്ചറിഞ്ഞ് ചില പ്രാണികൾ അവിടേക്ക് എത്തും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഈച്ച. ഇതിൻ്റെ പേര് ഫ്ലഷ് ഫ്ലൈ. ജീർണിക്കുന്ന കോശങ്ങൾ ഭക്ഷിക്കുകയും അതിൽ മുട്ടയിടുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇതിനുള്ളത്. ചത്ത ജീവികൾ മുതൽ മനുഷ്യ ശരീരം വരെ ഇതിനൊരുപോലെയാണ്. നിങ്ങൾ എത്ര പെർഫ്യൂം അടിച്ചാലും ഇതിനെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ മരുമകളെ കൊന്ന ശേഷം നിങ്ങൾ ആ മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ചു. ഡ്രൈവർക്ക് മറ്റെന്തോ ജോലി നൽകി ദൂരേക്ക് അയച്ച ശേഷം നിങ്ങൾ തന്നെ കാർ ഓടിച്ചു കൊണ്ടുപോയി ആറ്റിന്റെ ഓരത്തുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു. ഇതിനിടയിൽ അരമണിക്കൂറിനധികം സമയമെടുത്തപ്പോൾ ഈ ഈച്ചകൾ അവിടെ എത്തി. ഡിക്കിയിൽ മൃതദേഹം വെച്ചപ്പോൾ അവിടെ രക്തക്കറയും പറ്റിയിരുന്നു. മൃതദേഹം ഉപേക്ഷിച്ച ശേഷം ഡിക്കിയിലെ രക്തക്കറയും ഈച്ചകളെയും കണ്ടപ്പോൾ നിങ്ങളത് വൃത്തിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ രക്തക്കറ പൂർണ്ണമായി പോകാത്തതുകൊണ്ട് അത് മറയ്ക്കാൻ നിങ്ങൾ പുതിയ മാറ്റ് വാങ്ങിയിട്ടു. ഈച്ചകൾ വരാതിരിക്കാൻ പെർഫ്യൂം അടിച്ചു. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇത് കേട്ട് ഋഷി പറഞ്ഞു. പക്ഷേ വിജയരാഘവൻ സർ, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ ഈച്ചകളെ പെർഫ്യൂം അടിച്ചൊന്നും തടയാൻ കഴിയില്ല. വിജയരാഘവൻ ദേഷ്യപ്പെട്ടു. ഏതോ ഒരു ഈച്ചയെ കാണിച്ച കഥകൾ പറഞ്ഞ് എന്നെ കൊടുക്കാൻ നോക്കിയാണോ? അപ്പോൾ ഋഷി പറഞ്ഞു. എന്താ ബോസ്, നിങ്ങൾ സ്കൂളിലെ പാഠം പഠിപ്പിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്? പോലീസിനെ വിളിച്ച് തെളിവുകൾ ഏൽപ്പിച്ചാൽ അവർ ബാക്കി നോക്കിക്കോളും. നമുക്കൊരുപാട് പണിയുണ്ട് ബോസ്. രാത്രി വരുമെന്ന് ഞാൻ സുബലക്ഷ്മിക്ക് വാക്കുകൊടുത്താണ്. ഡി കെ ചോദിച്ചു. ആരാണ് ഈ സുബലക്ഷ്മി? അത് ഞാനിപ്പോൾ പറഞ്ഞ സുബലക്ഷ്മണൻ എന്നാണ് ബോസ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. സംസാരിക്കുന്നതിനിടയിൽ ഋഷിയുടെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോണുമായി അല്പം മാറി നിന്നു. ഡി കെ വീണ്ടും വിജയരാഘവന്റെ നേരെ തിരിഞ്ഞു. യെസ് വിജയരാഘവൻ, സിമ്പിളായി പറഞ്ഞു തീർക്കാം. ഞങ്ങൾക്ക് സമയമില്ല. ഈ ഈച്ചകൾ മൃതദേഹത്തിലെ കോശങ്ങൾ ഭക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ കാറിൽ നിന്ന് ഞാൻ പിടിച്ച ഈച്ചയുടെ വയറ്റിൽ ദഹിക്കാത്ത ചില മാംസഭാഗങ്ങളുണ്ടായിരുന്നു. അത് ലാബിൽ പരിശോധിച്ചു. കൂടാതെ നിങ്ങളുടെ കാറിലെ ഡിക്കിയിലെ തറയിൽ നിന്ന് രക്തത്തിന്റെ സാമ്പിളും ഞങ്ങൾ രഹസ്യമായി എടുത്തിരുന്നു. ഈ 2 സാമ്പിളുകളും നിങ്ങളുടെ മരുമകളുടെ DNA-യുമായി കൃത്യമായി പൊരുത്തപ്പെട്ടു. വിജയരാഘവന്റെ മുഖത്ത് ഭയം പടർന്നു. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ഡ്രൈവറെയും വേലക്കാരനെയും ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.
നിങ്ങൾ തനിയെ കാറെടുത്ത് കൊണ്ടുപോയ കാര്യം ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. മകൻ മരിച്ച ശേഷം വിധവയായ മരുമകൾ സ്വത്തിന്റെ പങ്കു ചോദിച്ച് കോടതിയിൽ പോയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വേലക്കാരന് മൊഴി നൽകി. ബാക്കി പോലീസ് നോക്കിക്കോളും. ഞാൻ ഇറങ്ങട്ടെ. ഡി കെ ഫോൺ വെച്ചതും മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ജീപ്പ് അവിടെ എത്തി. കേസ് പോലീസിനെ ഏൽപ്പിച്ച് ഡി കെയും ഋഷിയും പുറത്തു വന്നു. അടുത്ത ദിവസം രാവിലെ 9 മണി. ചെന്നൈ കമ്മീഷണർ ഓഫീസിൽ കമ്മീഷണറുടെ മുന്നിൽ ഡി കെയും ഋഷിയും ഇരിക്കുകയായിരുന്നു. എന്താ ഡി കെ വിശേഷങ്ങൾ? നീ ഭയങ്കര തിരക്കിലാണല്ലോ, കമ്മീഷണർ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സർ. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? ഋഷിയാണ് പറഞ്ഞത് പെട്ടെന്ന് വരാൻ. അതെ ഡി കെ, ഒരു അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട്. ഏരിയ ഇൻസ്പെക്ടർ രാജശേഖറാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഡി കെ ഒരു കോഫിക്ക് ഓർഡർ നൽകി. കമ്മീഷൻ 2 കോഫിക്കും ഒരു കൂൾ ഡ്രിങ്ക്സിനും പറഞ്ഞു. ആ വിജയരാഘവനെ നീ പൂട്ടിയെന്നറിഞ്ഞു? ഡി കെ അത്ഭുതപ്പെട്ടു. സർ, നിങ്ങളതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വാർത്ത ഞാൻ കണ്ടു. ഗുഡ് ജോബ് ഡി കെ. നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നിന്റെ സഹായം ഞങ്ങൾ തേടുന്നത്. പറയൂ സർ, എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുന്നതിനിടയിൽ 2 കോഫിയും ഒരു കൂൾ ഡ്രിങ്ക്സുമായി അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി അകത്തേക്ക് വന്നു. അവളെ കണ്ടതും ഋഷി ആകെ ഉഷാറായി. ബോസ്, ഞാൻ 1 മതി എന്നല്ലേ പറഞ്ഞേ, ഇതിപ്പോ 2 ഉണ്ടല്ലോ എന്ന് ഋഷി സ്വകാര്യം പറഞ്ഞു. ഡി കെ അവനെ തുറച്ചു നോക്കി. ആ പെൺകുട്ടി കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. പെട്ടെന്നാണ് കമ്മീഷണറുടെ ഫോൺ ശബ്ദിച്ചത്. കോൺസ്റ്റബിൾ ആയിരുന്നു അത്. സർ, ഇൻസ്പെക്ടർ രാജശേഖർ എസ് ഐ കുമാറും വന്നിട്ടുണ്ട്. അകത്തേക്ക് വരാൻ പറയൂ, കമ്മീഷണർ പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ രാജശേഖറും കുമാറും അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് ഡി കെയും അസിസ്റ്റന്റ് ഋഷിയെയും നേരത്തെ അറിയാലോ, കമ്മീഷണർ ചോദിച്ചു. അറിയാം സർ, പക്ഷെ നേരിട്ട് പരിചയമില്ല, രാജശേഖർ പറഞ്ഞു. കമ്മീഷണർ അവരെ പരസ്പരം പരിചയപ്പെടുത്തി. ഡി കെ, ഇത് തിരുപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രാജശേഖർ. ഇത് എസ് ഐ കുമാർ. തുടർന്ന് രാജശേഖർ കേസിനെക്കുറിച്ച് വിവരിച്ചു. ഇന്നലെ രാത്രി ഞങ്ങളുടെ ഏരിയയിൽ ഒരു മൃതദേഹം കിട്ടി. അന്വേഷണത്തിൽ അവൻ മുംബൈ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയാണെന്ന് മനസ്സിലായി. അവനൊരു തീവ്രവാദിയാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഡോക്ടറുടെ പ്രാഥമിക നിഗമനം വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമെന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട്. അവന്റെ മുറി പരിശോധിച്ചപ്പോൾ പ്രമുഖ വ്യവസായി അജിത ദേവിയെക്കുറിച്ചുള്ള പത്രവാർത്തകളുടെ ഫയൽ കിട്ടി. അവന്റെ കയ്യിൽ ഒരു ഫോൺ നമ്പർ മാർക്കർ കൊണ്ട് എഴുതിയിരുന്നു. അത് അജിത ദേവിയുടെ ചെന്നൈ ഓഫീസിലെ റിസപ്ഷൻ നമ്പറാണെന്ന് സൈബർ സെൽ സ്ഥിരീകരിച്ചു. ഈ മീറ്റിംഗ് കഴിഞ്ഞടുത്തതായി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംശയം കൂടുതൽ ശക്തമാവുകയാണല്ലോ ഇൻസ്പെക്ടർ. അതെ സർ. അപ്പോൾ ഡി കെ ചോദിച്ചു. സർ, ഇതൊരു സാധാരണ കേസ് പോലെയാണല്ലോ തോന്നുന്നേ. എന്നെ വിളിപ്പിക്കാൻ മാത്രം ഇതിലെന്തിരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ട എല്ലാ തെളിവുകളും കിട്ടിയല്ലോ. ഇതിൽ എനിക്ക് വലിയ പണിയൊന്നുമില്ലെന്ന് തോന്നുന്നു. അല്ല ഡി കെ, ആവശ്യമില്ലാതെ ഞാൻ തന്നെ വിളിപ്പിക്കില്ലല്ലോ. അടുത്ത മാസം മഹാബലിപുരത്ത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന അവാർഡ് ചടങ്ങ് നടക്കാൻ പോവുകയാണ്. രാജ്യത്തെ എല്ലാ പ്രമുഖ വ്യവസായികളും അവിടെ എത്തും. ഈ സമയത്ത് ഒരു തീവ്രവാദി ഇവിടെ കൊല്ലപ്പെട്ടതും അവന്റെ പക്കൽ അജിത ദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടതും ഗൗരവകരമാണ്. ഇതിനെ എങ്ങനെ ലഘുവായി കാണാൻ കഴിയും? സർ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ അജിതയ്ക്കും ഈ ചടങ്ങിന് തമ്മിലെന്താ ബന്ധം? ഡി കെ ചോദിച്ചു. അതാണ് കാര്യം ഡി കെ. ആ ചടങ്ങിൽ ഈ വർഷത്തെ മികച്ച ബിസിനസ്സുകാരനുള്ള അവാർഡ് വാങ്ങാൻ പോകുന്നത് ആ അജിതയാണ്. അപ്പോഴാണ് ഡി കെക്ക് കാര്യങ്ങൾ വ്യക്തമായത്. കമ്മീഷണർ തുടർന്നു. എനിക്കിതിന്റെ സഹായം വേണം. മരിച്ച തീവ്രവാദിയും അജിതയും തമ്മിൽ, അല്ലെങ്കിൽ ഈ ചടങ്ങും അവനും തമ്മിലോ ഉള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. അവന്റെ ലക്ഷ്യം ചടങ്ങാണോ, പ്രധാനമന്ത്രിയാണോ, അതോ അജിതയാണോ എന്ന് എത്രയും വേഗം അറിയണം. നമുക്ക് സമയമില്ല. രാജശേഖറും കുമാറും ഡി കെയെ സഹായിക്കാൻ കൂടിയുണ്ടാകുമെന്ന് കമ്മീഷണർ പറഞ്ഞു. രാജശേഖറും ഡി കെയുമായി സഹകരിക്കാൻ സമ്മതിച്ചു. അവർ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു. ബോസ്, ചെറിയൊരു വിശപ്പ്. ആഹാരം കഴിച്ചിട്ട് പോയാലോ? ഋഷി ചോദിച്ചു. അതൊക്കെ പിന്നെ, ആദ്യം അജിതയുടെ ഓഫീസിൽ പോണം, ഡി കെ പറഞ്ഞു. അന്ന് വൈകുന്നേരം 5 മണി. തിരുപ്പൂരൂർ പോലീസ് സ്റ്റേഷനിൽ രാജശേഖർ ചിന്തയിലാണ്ടിരിക്കുമ്പോൾ കുമാർ വന്നു. സർ, ഡി കെ വന്നിട്ടുണ്ട്. രാജശേഖർ ഡി കെയെ സ്വീകരിച്ചു. വരൂ ഡി കെ, കമ്മീഷൻ നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് സന്തോഷം സാർ. ഋഷി എവിടെ? ഋഷിയെ ഞാൻ അജിതയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ്. ആരെങ്കിലും റസാഖിനെ അറിയുമോ എന്ന് നോക്കാൻ. അവർ ചായ കുടിക്കുന്നതിനിടയിൽ രാജശേഖർ ഡി കെയുടെ അഭിപ്രായം ചോദിച്ചു. സർ, ഇതൊരു വലിയ ഭീഷണിയാണെന്ന് എനിക്ക് തോന്നുന്നു. അജിതയെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ബിസിനസ് രംഗത്ത് പല പ്രമുഖരെയും പിന്നിലാക്കിയാണ് അവർ ഈ നിലയിലെത്തിയത്. ആരെങ്കിലും അവരെ തീർക്കാൻ ഒരു കൊലയാളിയെ ഏർപ്പാടാക്കിയതാവാം. അങ്ങനെയെങ്കിൽ അവനെ കൊന്നത് ആരായിരിക്കും? രാജശേഖർ ചോദിച്ചു. നമുക്ക് അജിതയെ സുരക്ഷയുടെ കാര്യത്തിൽ ജാഗ്രതപ്പെടുത്തണം. അജിതയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ അമേരിക്കയിൽ നിന്ന് വന്നതാണെന്നും സമാധാനമായി ജീവിക്കാൻ ഇവിടെ എത്തിയതാണെന്നും അറിഞ്ഞു. പൊതുരംഗത്ത് അവർ അധികം വരാറില്ല. സംസാരത്തിനിടയിൽ ഡോക്ടർ വിളിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയായെന്ന് പറഞ്ഞു. രാജശേഖർ അത് വാങ്ങാൻ പോയി. അപ്പോൾ ഡി കെക്ക് കമ്മീഷണറുടെ കോൾ വന്നു. ഡി കെ, എവിടെയാണ്? ഇൻസ്പെക്ടറുടെ സ്റ്റേഷനിലാണ് സർ.
അജിത് എവിടെയാണെന്ന് വിവരം കിട്ടി. നിർഭാഗ്യവശാൽ അജിത് ഇപ്പോൾ ചെന്നൈയിലുണ്ട്. എവിടെയാണ് സർ? ആ മൃതദേഹം കിട്ടിയ അതേ നെമ്മേലി തന്നെ. ഡി കെ ഞെട്ടിപ്പോയി. നെമ്മേലി തിരുപ്പൂർ റോഡ്. സമയം രാത്രി 8 മണി. റോഡിൽ സാൾട്ട് ലേക്ക് പാലത്തിന് മുൻപിലായി ഇടത്തേക്ക് തിരിയുന്ന വഴിയിലൂടെ 5 മിനിറ്റ് യാത്ര ചെയ്താൽ തടാകത്തിന് ചേർന്നുള്ള ചെറിയ വനപ്രദേശത്ത് മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു അജിതയുടെ ഗസ്റ്റ് ഹൗസ്. 2 ആൾ പൊക്കമുള്ള കോമ്പൗണ്ട് മതിലും അതിലും ഉയരമുള്ള ഗേറ്റും ഉള്ളിൽ നടക്കുന്നത് പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത വിധം സുരക്ഷ ഒരുക്കിയിരുന്നു. ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴി ഒരു കാർ സർവീസ് സെന്ററിനേക്കാൾ വൃത്തിയുള്ളതായിരുന്നു. വിദേശ പുല്ലുകൾ നട്ടുപിടിപ്പിച്ച വിശാലമായ തോട്ടത്തെ ക്രോട്ടൺ ചെടികൾ സംരക്ഷിച്ചു നിന്നു. തോട്ടത്തിന് നടുവിൽ അങ്ങിങ്ങായി അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. പുറത്തുനിന്ന് കണ്ടതിനേക്കാൾ ഗംഭീരമായിരുന്നു ഗസ്റ്റ് ഹൗസിന്റെ ഉൾവശം. ഒരു സിനിമാ സെറ്റ് പോലെ വിസ്തൃതമായ ഹാളിന് നടുവിൽ തറയിൽ നിന്ന് ഒരടി താഴ്ത്തി വട്ടത്തിലിട്ടിരിക്കുന്ന വിദേശ സോഫകൾ ആഡംബരം വിളിച്ചോതുന്നതായിരുന്നു. ഹാളിന് നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ആ കൂറ്റൻ അലങ്കാര വിളക്കിന് കുറഞ്ഞത് കമ്മീഷണറുടെ 2 മാസത്തെ ശമ്പളമെങ്കിലും വിലയുണ്ടാവും. നേരത്തെ വിവരം നൽകിയിരുന്നതിനാൽ കമ്മീഷണർ ഡി കെയും രാജശേഖറും അവിടെ എത്തുമ്പോൾ അജിത് അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. അജിതയ്ക്ക് ഏകദേശം 30 വയസ്സ് പ്രായം തോന്നും. കൃത്യമായി രൂപപ്പെടുത്തിയ പുരുകങ്ങളും കൂർത്ത മൂക്കും അവളെ പ്രായത്തേക്കാൾ ചെറുപ്പവും ആകർഷകവുമായി തോന്നിപ്പിച്ചു. ഒരു ഉത്തരേന്ത്യൻ മുഖംഭാവമായിരുന്നു അവൾക്ക്. മൂവരെയും എഴുന്നേറ്റ് നിന്ന് അവൾ സ്വാഗതം ചെയ്തു. കൃത്യമായി ഇംഗ്ലീഷിലായിരുന്നു സംസാരം. വെൽക്കം സർ എന്ന് പറഞ്ഞ് അവൾ കൈനീട്ടി. കമ്മീഷണറായ കൈകളിൽ കുലുക്കി തന്റെ സന്തോഷം അറിയിച്ചു. ഇന്ത്യയിലെ മുൻനിര ബിസിനസ് വനിത മിസ് അജിതയെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നിങ്ങളുടെ വിജയത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അജിത മറുപടി നൽകി. 4 പേരും സോഫയിലിരുന്നു. ഡി കെ സോഫയിലിരുന്നു കൊണ്ട് വീടിന് ചുറ്റും നോക്കി. ലോകത്തിലെ എല്ലാ ആഡംബരങ്ങളും ഒത്തുചേർന്ന ആ വീടിന്റെ ഹാള് മാത്രം ലക്ഷങ്ങൾ വിലമതിക്കുന്നതായിരുന്നു. അജിതയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പറയൂ സർ. എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. കമ്മീഷണർ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഡി കെ അദ്ദേഹത്തെ തടഞ്ഞു. ഞാൻ പറയാം സർ. അല്പം അത്ഭുതപ്പെട്ട കമ്മീഷണർ സമ്മതം മൂളി. ഡി കെ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. അടുത്ത മാസം ഇവിടെ നടക്കാൻ പോകുന്ന ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് അവാർഡ് ലഭിക്കാൻ പോകുന്നു എന്ന വിവരം കിട്ടി. അതിനാ മാഡം തമിഴ്നാട് പോലീസിന് വേണ്ടി കൺഗ്രാറ്റ്സ് മാഡം. താങ്ക് യു അജിത പറഞ്ഞു. ഡി കെ തുടർന്നു. നിങ്ങൾ തമിഴ്നാട്ടിൽ താമസിക്കുന്ന വിവരം അറിയിച്ച് ആവശ്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാൻ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവുണ്ട് മാഡം. നിങ്ങൾക്ക് ഭീഷണിയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കർശന സുരക്ഷ നൽകാൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഏതാനും ദിവസങ്ങൾ മാത്രം നിങ്ങൾ ഞങ്ങളുടെ പോലീസ് സുരക്ഷയിലായിരിക്കും. അതിനുശേഷം കേന്ദ്രത്തിൽ നിന്നുള്ള സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് നിങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കും. ഡി കെ പറഞ്ഞുകൊണ്ടിരിക്കെ അജിത ഇടയ്ക്ക് കയറി പറഞ്ഞു. 1 മിനിറ്റ്. പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സ്വന്തമായി സെക്യൂരിറ്റി ഉണ്ട്. ക്ഷമിക്കണം മാഡം, ഇത് മേലുദ്യോഗസ്ഥരുടെ ഉത്തരവാണ്. ഞങ്ങളിത് ചെയ്തേ മതിയാകൂ. അവർ നിങ്ങളെ ഒന്നിനും ശല്യപ്പെടുത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദിനചര്യകൾ സാധാരണ പോലെ തുടരാം. ഗേറ്റിലും വീടിന് ചുറ്റും ഗാർഡുകളുണ്ടാവും. നിങ്ങൾ സഹായത്തിന് വിളിച്ചാൽ മാത്രമേ അവർ വീടിനുള്ളിലേക്ക് വരൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാകില്ല. ഡി കെ പറഞ്ഞു. എനിക്ക് ഓഫീസിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോഴും പോലീസ് കൂടെ വരുമോ? എനിക്കതൊന്നും ഇഷ്ടമല്ല, അജിത പറഞ്ഞു. മാഡം, ഇത് അസൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമല്ല. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ വലിയൊരു സമ്പത്താണ്. അവാർഡ് ചടങ്ങ് കഴിഞ്ഞ് നിങ്ങൾ സുരക്ഷിതമായി മടങ്ങുന്നതുവരെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഷാഡോ സുരക്ഷ ഏർപ്പാടാക്കാം. അവർ നിങ്ങളുടെ കൺമുന്നിലുണ്ടാവില്ല. പക്ഷെ നിങ്ങളെ ചുറ്റി ഒരു സുരക്ഷാ വലയുണ്ടാവും. ഇത് സമ്മതമാണോ? ഡി കെ ചോദിച്ചപ്പോൾ അജിത അല്പനേരം ആലോചിച്ച് സമ്മതിച്ചു. കമ്മീഷണർക്ക് ഡി കെ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയില്ല. വീട് ചുറ്റും നോക്കിക്കൊണ്ട് ഡി കെ ചോദിച്ചു. ഈ വീട് തനിയാണോ താമസം മാഡം? കൂടെ സഹായത്തിനോ സുരക്ഷയ്ക്കോ ആരെയും കാണുന്നില്ലല്ലോ. അതെ, ഞാൻ തനിയാണ്. അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്തു ചെയ്യും? ഡി കെ ചോദിച്ചപ്പോൾ അജിത മറുപടി നൽകി. എൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ഒരാളുണ്ട്. പൊതുവെ ഞാൻ അധികം ആളുകളെ ജോലിക്ക് വെക്കാറില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നതാണ് ശീലം. എന്തു വേണമെങ്കിലും ഞാൻ തന്നെ കടയിൽ പോകും. ഞാൻ അധികം പുറത്തിറങ്ങാത്തത് കൊണ്ട് ആർക്കും എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ശല്യങ്ങളൊന്നുമില്ല. ശരി മാഡം. പക്ഷേ സെർവൻസ് ഒന്നുമില്ലേ? ഗേറ്റിൽ 24 മണിക്കൂർ സെക്യൂരിറ്റി ഉണ്ടാവും. പാചകത്തിന് ഒരു കുക്കും മറ്റു സഹായങ്ങൾക്ക് എൻ്റെ ബോഡി ഗാർഡും ഉണ്ട്. ഇത് പറഞ്ഞ ശേഷം അജിത ഉള്ളിലേക്ക് തിരിഞ്ഞ് ഭോജൻ എന്ന് വിളിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അടുത്തുനിന്ന് ഗംഭീരമായ ശരീരപ്രകൃതിയുള്ള ഒരാൾ വന്നു നിന്നു. ഇദ്ദേഹം ഭോജൻ. എൻ്റെ പിയെയും ബോഡി ഗാർഡും എല്ലാം ഇദ്ദേഹമാണ്. ഭോജൻ കൈയുയർത്തി വണങ്ങി. അപ്പോഴും അയാളുടെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യൂ ഭോജൻ. ശരി മാഡം എന്ന് പറഞ്ഞ് ഭോജനകത്തേക്ക് പോയി. ഡി കെ വീണ്ടും സംസാരിച്ചു തുടങ്ങി. പക്ഷേ മാഡം,
നിങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അജിത ശരിയെന്ന് തലയാട്ടി. സംസാരിച്ചു കൊണ്ടിരിക്കെ ഭോജൻ ട്രേയിൽ കാപ്പിയുമായി വന്നു. അജിതയ്ക്ക് ഒരെണ്ണം നൽകിയ ശേഷം ട്രേ ടീപ്പോയിൽ വെച്ചു. എല്ലാവരും ഓരോ കപ്പെടുത്തു. ഡി കെ കാപ്പി രുചിച്ചു നോക്കി. അത് ഗംഭീരമായിരുന്നു. കാപ്പി വളരെ നന്നായിട്ടുണ്ട് മാഡം. ഡി കെ കാപ്പി കുടിച്ച് തീർത്തെഴുന്നേറ്റു. ശരി മാഡം, നിങ്ങൾ സംസാരിക്കുക. എനിക്ക് വീടും മറ്റു സ്ഥലങ്ങളും ഒന്ന് ചുറ്റി കാണണം. സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ ചെയ്യണമല്ലോ. എനിക്കൊന്ന് നോക്കാമോ? തീർച്ചയായും എന്ന് പറഞ്ഞ് അജിത ഭോജനോട് പറഞ്ഞു. ഭോജൻ, സാറിന് വീടൊന്ന് ചുറ്റിക്കാണിച്ചു കൊടുക്കൂ. ശരി മാഡം. ഭോജൻ മുന്നിൽ നടന്നു. ഡി കെ അവനെ പിന്തുടർന്നു. അവർ പോയപ്പോൾ കമ്മീഷണർ അജിതയോട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഡി കെ പറഞ്ഞത് ശരിയാണ് മാഡം. സുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് അശ്രദ്ധ കാണിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള VIP-കൾക്ക് സുരക്ഷ വളരെ പ്രധാനമാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഭീഷണിയുള്ളതായി പറയുന്നുണ്ട്. ഇത് വെറുമൊരു ഉപദേശമായി കാണാതെ ഗൗരവമായി എടുക്കണം. നിങ്ങളെ വിശ്വസിച്ച് ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ടല്ലോ. അജിത പുഞ്ചിരിയോടെ അത് സമ്മതിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഡി കെയും ഭോജനും മടങ്ങി വന്നു. അവരെ കണ്ട കമ്മീഷണറും അജിതയും അമ്പരന്നു പോയി. ഡി കെയുടെ പാന്റ് നനഞ്ഞിരുന്നു. അവൻ ഷൂസില്ലാതെ നഗ്നപാതനായിട്ടാണ് വന്നത്. ചെളിപുരണ്ട ഷൂസുകൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ കയ്യിൽ പിടിച്ചിരുന്നു. എന്തുപറ്റി എന്ന് അജിത ചോദിച്ചപ്പോൾ ഡി കെ പറഞ്ഞു. ഒന്നുമില്ല മാഡം, പേടിക്കാനൊന്നുമില്ല. പുറകിലൊരു കുളമുണ്ട്, അതൊന്ന് നോക്കാൻ പോയതാണ്. പോയപ്പോൾ ചെളിയിലൊന്ന് തെന്നി വീണു. ഷൂസിലാകെ ചെളിയായി. ഭോജനോട് അതൊന്ന് വൃത്തിയാക്കാൻ പറയൂ. അജിത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഡി കെ പറഞ്ഞു. അയ്യോ വേണ്ട, കുഴപ്പമില്ല മാഡം. എൻ്റെ കാറിൽ മറ്റൊരു ജോഡി ഷൂസും ഡ്രസ്സും ഇരിപ്പുണ്ട്. ഷൂവും ഡ്രസ്സും എപ്പോഴും കാറിൽ കരുതാറുണ്ട്. ഡ്രസ്സ് മാറാൻ ഒരു റൂം മാത്രം ഒന്ന് കാണിച്ചു തന്നാൽ മതി, അത് ധാരാളം. ഡി കെ ചോദിച്ചപ്പോൾ അജിത പറഞ്ഞു. ഭോജൻ, സാറിന് റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. താങ്ക് യു സോ മച്ച് മാഡം. ജസ്റ്റ് എ മിനിറ്റ്, ഞാനിത് കാറിൽ വെച്ചിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഡി കെ കവറുമായി പുറത്തേക്ക് പോയി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അലക്കി തേച്ച വൃത്തിയുള്ള വസ്ത്രങ്ങളും മറ്റൊരു ജോഡി ഷൂവുമായി അവൻ മടങ്ങി വന്നു. ഹാളിന് വശത്തുള്ള ഒരു മുറി ഭോജൻ അവന് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഈ മുറിയിൽ കയറി ഡ്രസ്സ് മാറാം, ഭോജൻ പറഞ്ഞു. താങ്ക് യു ഭോജൻ എന്ന് പറഞ്ഞ് ഡി കെ മുറിയിൽ കയറി വാതിലടച്ചു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ പുറത്തു വന്നു. മിനിക്ക് അവന്റെ ഷൂസ് ഷാൻലിയർ വിളക്കുകളുടെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ വന്ന് കമ്മീഷണറുടെ അടുത്തിരുന്ന് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ക്ഷമിക്കണം, പുറകിൽ ചെളിയിൽ തെന്നുമെന്ന് ഞാൻ കരുതിയില്ല. കമ്മീഷണർ സാർ, വീടിന്റെ പിൻഭാഗത്താണ് പ്രധാനമായും സുരക്ഷ വേണ്ടത്. അവിടെ കോമ്പൗണ്ടിനുള്ളിൽ ചെറിയൊരു കുളവും അതിനു ചുറ്റും തിങ്ങി നിറഞ്ഞ മരങ്ങളും ഒട്ടും സുരക്ഷയില്ലാതെ കിടക്കുവാണ്. അവിടെ കോമ്പൗണ്ട് മതിലിന് ഉയരവും കുറവാണ്. ആർക്കും എളുപ്പത്തിൽ ഉള്ളിൽ കടക്കാൻ സാധിക്കും. മുൻഭാഗത്തും വശങ്ങളിലും പ്രശ്നമില്ല, ഡി കെ പറഞ്ഞു. ശരി ഡി കെ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, കമ്മീഷണർ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. കമ്മീഷണർ അജിതയെ നോക്കി പറഞ്ഞു. ശരി മാഡം, ഞാൻ ഇന്ന് തന്നെ ഫോഴ്സിനോട് പറയാം. അവർ രാത്രി എത്തും. ഡി കെയും ഇൻസ്പെക്ടർ രാജശേഖറും നിങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾ നോക്കിക്കോളും. ഈ ഫംഗ്ഷൻ കഴിയുന്നതുവരെയെങ്കിലും ഞങ്ങളോട് സഹകരിക്കണം. അജിത അത് സമ്മതിച്ചു. മൂവരും യാത്ര പറഞ്ഞു പുറത്തിറങ്ങി. അപ്പോൾ ഡി കെയുടെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ ഋഷിയുടെ ഫോട്ടോ തെളിഞ്ഞു. അവൻ വേഗം ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. പറയൂ ഋഷി, അവിടെ പോയി നോക്കിയോ എന്ന് ആകാംക്ഷയോട് ചോദിച്ചു. അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ബോസ്. നിങ്ങൾ സംശയിച്ചത് ശരിയാണ്, ഋഷി മറുപടി നൽകി. 4 ദിവസങ്ങൾ കടന്നുപോയി. കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് രാജശേഖറും ഡി കെയും മുന്നിൽ നിന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തു. കുമാർ അജിതയുടെ വീട്ടിൽ തന്നെ താമസിച്ച് കാര്യങ്ങൾ നോക്കി. അന്ന് രാത്രി 8 മണി. ഗസ്റ്റ് ഹൗസിന്റെ പോർട്ടിക്കോയിൽ ആഡംബര കാറായ റോൾസ് റോയ്സ് വന്നു നിന്നു. ഭോജൻ വേഗം ഇറങ്ങി വന്ന് കാറിന്റെ പിൻവാതിൽ തുറന്നു കൊടുത്തു. അജിത കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി. ഭോജൻ, കാപ്പിയെടുക്ക്, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അജിത മുകളിലേക്ക് പോയി. ഭോജൻ അടുക്കളയിലേക്ക് നീങ്ങി. അജിത മുറിയിൽ കയറി തന്റെ ബാഗ് വെച്ചു. കബോർഡിൽ നിന്ന് വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിൽ കയറി വാതിലടച്ചു. 5 മിനിറ്റിനുള്ളിൽ മുഖം കഴുകി വസ്ത്രം മാറി വന്നപ്പോൾ മുറിയിലെ ഇന്റർകോം ശബ്ദിച്ചു. ഫോൺ എടുത്തപ്പോൾ ഭോജനായിരുന്നു. മാഡം, കാപ്പി റെഡി. ആ, ദാ വരുന്നു. അജിത അപ്പോഴേക്കും താഴേക്ക് വന്നു. ഭോജൻ ട്രെയിൽ കാപ്പിയുമായി വന്നു. അവൾ സോഫയിൽ ചാരിയിരുന്ന് ചോദിച്ചു. എന്താ ഭോജൻ, പോലീസ് വന്നിട്ട് 4 ദിവസമായാലോ? അവരെന്താ പറയുന്നേ? അവർ അവരുടെ ജോലി ചെയ്യുന്നു മാഡം. നമ്മളെ ഒന്നിനും ശല്യപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഹോം മിനിസ്റ്ററോട് സംസാരിച്ച് അവരെ ഒഴിവാക്കാം. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല മാഡം. അജിത് അടുത്തതായി എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ടീപ്പോയിലിരുന്ന് ഇന്റർകോം വീണ്ടും ശബ്ദിച്ചു. സെക്യൂരിറ്റി ആയിരുന്നു അത്. മാഡം, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാണ്? മാഡം, അയാൾ അബ്ദുൾ റസാഖ് എന്നാ പറയുന്നേ. ആ പേര് കേട്ടതും അജിതയുടെ കൈകൾ ചെറുതായൊന്ന് വിറച്ചു. അവൾ അല്പം പരിഭ്രമിച്ചു. നിങ്ങൾ എന്തു പേരാ പറഞ്ഞത്? അബ്ദുൾ റസാഖ് മാഡം.
പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് അയാൾ പറയുന്നു. ശരി, ഉള്ളിലേക്ക് വിടൂ. പക്ഷെ നന്നായി പരിശോധിക്കണം. പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു മാഡം. എങ്കിലകത്തേക്ക് വരാൻ പറയൂ. ഫോൺ വെച്ച അജിതയുടെ മുഖം കടുപ്പമേറിയതായി മാറി. അവളുടെ മുഖഭാവം ശ്രദ്ധിച്ച ഭോജൻ ചോദിച്ചു, എന്തുപറ്റി മാഡം? റസാഖ് എന്ന് പറഞ്ഞ ആരോ വന്നിട്ടുണ്ട് ഭോജൻ. എന്ത്? ആ, അതെ. നീ അടുത്ത മുറി നിൽക്ക്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഭോജൻ അടുത്ത മുറിയിലേക്ക് മാറി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അകത്തേക്ക് വന്നു. 30 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു യുവാവ്. വെളുത്ത നിറം, വൃത്തിയായി ഷേവ് ചെയ്ത മുഖം, അല്പം മഴക്കുള്ള നീളൻ കുർത്തയും ജീൻസുമാണ് വേഷം. വായയിൽ എന്തോ ചവച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിലൊരു കവറുണ്ട്. അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൻ അഹങ്കാരത്തോടെ അജിതയ്ക്കെതിരെയുള്ള സോഫയിൽ ചാരിയിരുന്നു. അജിതയുടെ ക്ഷമ നശിച്ചു. ഏയ്, ആരാണ് നീ? അവളുടെ ചോദ്യം വകവയ്ക്കാതെ അവൻ ഹോള് ചുറ്റും നോക്കി. ആ വീടിന്റെ ആഡംബരം അവനെ അമ്പരപ്പിച്ചിരിക്കണം. വീട് കൊള്ളാം. ലീഡിംഗ് ബിസിനസ് വുമൺ എന്ന് പറഞ്ഞാ ചുമ്മാതാണോ? നീ ആരാണെന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അജിത വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിച്ചതെന്ന ഭാവത്തിൽ ഒന്ന് നോക്കി ശാന്തനായത്. എന്നിട്ട് കളിയാക്കി സംസാരിച്ചു തുടങ്ങി. സോറി മാഡം, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? വീടിന്റെ ഭംഗി കണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അബ്ദുൾ റസാഖാണ്. അജിത കൈ ഉയർത്തി അവനെ തടഞ്ഞു. മതി, നീ അബ്ദുൾ റസാഖ് അല്ലെന്ന് എനിക്കറിയാം. ആരാണ് നീ? അയ്യോ, നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ മാഡം. ശരി, ഞാൻ പറയാം. എൻ്റെ പേര് ഇമ്രാൻ. ഞാനും റസാഖും കൂട്ടുകാരാണ്. ഞാൻ നിന്നെ റസാഖിന്റെ കൂടെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല മാഡം, കാരണം ഞാനും അവന് റൂംമേറ്റ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെയല്ല, മുംബൈ ജയിലിൽ. അത് കേട്ട് അജിത ഞെട്ടിപ്പോയി. എന്ത്? അതെ മാഡം, ഞാനും റസാഖും ഒരുമിച്ച് ജയിലിലായിരുന്നു. ഞാൻ പുറത്തിറങ്ങി, അവന് ഇറങ്ങാൻ പറ്റിയില്ല. ഒരു ദിവസം അവൻ പെട്ടെന്ന് ജയിലിൽ നിന്ന് ചാടി. അവൻ പാവമാണ് മാഡം. ജയിലിൽ ചാടിയപ്പോൾ എൻ്റെ സൗഹൃദം മറക്കാതെ നേരെ എന്നെ കാണാൻ വന്നു. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അവന് ടിക്കറ്റ് എടുത്തു കൊടുത്തത്. പക്ഷേ എന്തു ചെയ്യാം മാഡം, പാവം. നിങ്ങളെ കാണാൻ വന്നവൻ പിന്നെ തിരിച്ചു വന്നില്ല. ഇനി വരാനും കഴിയില്ലല്ലോ. അതിന് എന്ന് അജിത ചോദിച്ചു. നിങ്ങളെ കാണാൻ വന്നവൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളോടല്ലേ മാഡം ചോദിക്കേണ്ടത്? അതൊന്ന് ചോദിക്കാനാണ് ഞാൻ വന്നേ. ഇല്ലല്ലോ, എന്നെ കാണാൻ ആരും വന്നില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. എന്താ മാഡം കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ സംസാരിക്കുന്നത്? അവൻ എന്നെ കാണാനാണ് വന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവില്ലേ എന്ന് അജിത ചോദിച്ചു. ഇമ്രാൻ അവളെ കുറച്ചുനേരം നോക്കി നിന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് നിങ്ങളെ കാണാൻ അവൻ മാത്രമല്ല മാഡം വന്നത്, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അജിത സ്തംഭിച്ചു പോയി. എന്ത്? അതെ മാഡം, അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. പണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ അവൻ കുറേ നേരം കഴിഞ്ഞിട്ടും പുറത്തു വന്നില്ല. ഞാൻ കുറെ കാത്തിരുന്നു. കാണാതായപ്പോൾ ഉള്ളിലേക്ക് നോക്കാൻ ഞാൻ പുറകിലെ മതിൽ ചാടി അകത്തേക്ക് വന്നു. അവിടെ ആരെയും കണ്ടില്ല. മതിലോരത്തു കൂടി നടന്ന് മുൻഭാഗത്തെത്തിയപ്പോഴാണ് കണ്ടത്, നിങ്ങളുടെ കൂടെയുള്ള ആ ഒരാൾ റസാഖിനെ എടുത്ത് ഒരു കാറിന്റെ ഡിക്കിയിലിടുന്നു. എനിക്ക് പേടിയായി മാഡം. ഞാൻ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. അജിത നിശബ്ദയായിരുന്നു. ശരി, നീ പറയുന്നത് നടന്നുവെന്ന് തന്നെ വെക്കുക. അതിന് നിനക്കെന്താണ്? അതിനെന്താണെന്നോ? ഇത്രയും വലിയ ബിസിനസ് വുമൺ ആയിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ? നിനക്ക് പണം വേണോ? ആ, അത്രയുള്ളൂ മാഡം. ഇപ്പോഴാണ് നിങ്ങളൊരു ബിസിനസ് വുമണിനെ പോലെ സംസാരിക്കുന്നത്. നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ ഞാൻ പെട്ട പാട്. അതിനുള്ള കൂലി കൂടി നിങ്ങൾ തരണം. നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കുമെന്നും അതിലെനിക്ക് വിഹിതം തരാമെന്നും പറഞ്ഞാണ് റസാഖ് എന്നെ കൂടെ കൂട്ടിയത്. ഇപ്പോൾ റസാഖും ഇല്ല, എനിക്ക് വിഹിതവും ഇല്ല. അതുകൊണ്ട് റസാഖിന് കൊടുക്കാനിരുന്ന പണം കൂടി എനിക്ക് തരൂ മാഡം. ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല മാഡം, ന്യായമായ കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ റസാഖില്ലെന്ന് നീ തന്നെ പറഞ്ഞു. അവനൊരു ഭീകരവാദിയാണെന്ന് പോലീസ് പറയുന്നു. നീ എന്ത് പറഞ്ഞാലും പോലീസ് വിശ്വസിക്കില്ല. ഞാൻ റസാഖിനെ കൊന്നു എന്ന് പറഞ്ഞാൽ പോലും അത് ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് എൻ്റെ വക്കീൽ കേസ് ജയിക്കും. അത് കേട്ട് ഇമ്രാൻ ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? മാഡം, ഞാൻ റസാഖിന്റെ മരണത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞാലല്ലേ ഇതൊക്കെ സംഭവിക്കൂ. ഞാൻ പോലീസിനോട് പറയാൻ പോകുന്നത് അതല്ലല്ലോ. ഇപ്പോൾ ഇമ്രാൻ ഗൗരവക്കാരനായി. അവൻ സോഫയിൽ മുന്നോട്ട് നീങ്ങിയിരുന്ന് അജിതയെ കുറച്ചുനേരം മുറ്റുനോക്കി. എന്നിട്ട് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, മാഡം, നിങ്ങൾ അജിതയല്ല, സുജിതയാണെന്ന് പറഞ്ഞാൽ? ഇമ്രാന്റെ വാക്കുകൾ കേട്ട് അജിത അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. അവളുടെ കണ്ണുകളിലും മുഖത്തും ഭയം നിഴലിച്ചു. വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു, നീ എന്താ പറയുന്നേ? ഞാൻ വെറുതെ പറയുന്നതല്ല മാഡം, ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളുടെ മുഖം തന്നെ പറയുന്നു. റസാഖിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇമ്രാൻ തൻ്റെ കയ്യിലിരുന്ന കവറ് കാണിച്ചു. നിനക്ക് വേറെ എന്തൊക്കെ അറിയാം എന്ന് പരിഭ്രമത്തോടെ അജിത് ചോദിച്ചപ്പോൾ ഇമ്രാൻ പറഞ്ഞു. എല്ലാം അറിയാം മാഡം, എല്ലാം. നീ സുജിതയാണെന്ന് എനിക്കറിയാം. നീയും റസാഖും പ്രണയത്തിലായിരുന്നുവെന്നും എനിക്കറിയാം. അവൻ ജയിലിൽ പോയ സമയത്ത് നീ അജിതയായി മാറി ആഡംബര ജീവിതം നയിക്കുകയാണെന്നും എനിക്കറിയാം. നീ അവനെ മറന്നെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് സമ്പന്നയായി നിന്റെ സഹായത്തോടെ ജീവിതം സെറ്റിലാക്കാൻ തീരുമാനിച്ചാണ് അവൻ ജയിൽ ചാടി ഇങ്ങോട്ട് വന്നത്. നിന്നിൽ നിന്ന് പണം വാങ്ങി കുടുംബത്തോടൊപ്പം ആരും കാണാത്ത ഒരിടത്ത് പോയി താമസിക്കാനായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനാണ് അവൻ നിന്നെ കാണാൻ വന്നത്. സംസാരിച്ചു നിർത്തിയവൻ അജിതയുടെ മുഖത്തേക്ക് നോക്കി. അജിത എന്ന സുജിത ഭയം കൊണ്ട് വിയർത്ത് സംസാരശേഷി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. അവൻ വീണ്ടും തുടർന്നു. പക്ഷെ നീ സുജിതയാണെന്നറിയാവുന്ന ഒരേ ഒരാളെ പുറത്തുവിടാൻ നിനക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നീ അവനെ തീർത്തു കളഞ്ഞു. അല്ലേ മാഡം? സുജിത ഇപ്പോൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എല്ലാം ശരിയാണ്. അവൻ പണം ചോദിക്കാനല്ലേ വന്നത്. എത്ര വേണ്ടപ്പെട്ടവനായാലും സത്യമറിയാവുന്ന ഒരാളെ പുറത്തുവിടുന്നത് എപ്പോഴും അപകടമല്ലേ. അതുകൊണ്ട് ഞാൻ അവനെ തീർക്കാൻ പറഞ്ഞു. ഇപ്പോഴെനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുജിത വശത്തേക്ക് നോക്കിയപ്പോൾ കാത്തിരുന്നത് പോലെ ഭോജൻ പുറത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു വിദേശ പിസ്റ്റൾ ഉണ്ടായിരുന്നു. ഇമ്രാൻ ഞെട്ടിപ്പോയി എഴുന്നേറ്റു. സുജിത കണ്ണു കാണിച്ചപ്പോൾ ഭോജൻ ഇമ്രാനെ ബലമായി സോഫയിലിരുത്തി. റസാക്കിന്റെ പ്ലാൻ തെറ്റിപ്പോയി. നിന്റെ പ്ലാൻ തെറ്റായ സമയത്താണ് ഇട്ടത്, സുജിത പറഞ്ഞു. അവൾ തുടർന്നു. അകത്തേക്ക് വരുമ്പോൾ പുറത്ത് പോലീസിനെ കണ്ടില്ലേ? അവർ എന്തിനാണ് വന്നതെന്ന് നിനക്കറിയാമോ? ഇമ്രാൻ അറിയില്ലെന്ന് തലയാട്ടി. എനിക്ക് വധഭീഷണിയുണ്ടെന്നും എന്നെ കൊല്ലാൻ ഭീകരവാദികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുമാണ് അവർ കരുതുന്നത്. റസാക്കിനെ കൊന്നപ്പോൾ മൃതദേഹം ഒളിപ്പിക്കേണ്ടി വന്നു. പക്ഷെ നിന്നെ കൊന്നാൽ മാത്രം മതി. ബാക്കി കഥ പോലീസ് തന്നെ എഴുതിക്കോളും. സൂപ്പറല്ലേ? സുജിത തോക്ക് ഭോജന് നൽകി. ഭോജൻ, ഇവനെയും തീർത്തേക്ക്. പെട്ടെന്ന് ഒരു വെടിയൊച്ച കേട്ടു. ഭോജന്റെ കയ്യിലിരുന്ന തോക്ക് തെറിച്ചുപോയി. അവൻ രക്തം വാർന്ന് മുട്ടുകാലിൽ അമർത്തി നിലവിളിച്ചുകൊണ്ട് താഴെയിരുന്നു. ഇമ്രാൻ ചാടി എഴുന്നേറ്റ് ആ തോക്ക് കൈക്കലാക്കി. സുജിതയും ഭോജനും ഞെട്ടലോടെ ശബ്ദം വന്ന ദിശയിലേക്ക് നോക്കിയപ്പോൾ മറവിൽ നിന്ന് തോക്കിലെ പുക ഊതിക്കൊണ്ട് സിനിമാ സ്റ്റൈലിൽ DK പുറത്തു വന്നു. DKയെ കണ്ടതും സുജിത സ്തംഭിച്ചുപോയി. പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഋഷിയും രാജശേഖറും പുറത്തു വന്നു. രാജശേഖർ തന്റെ തോക്ക് ഉറയിലിട്ടു. DK പറഞ്ഞു. സോറി സുജിത മാഡം, നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങളിവിടെ ഒളിച്ചിരുന്നു. അതുകൊണ്ട് അനുവാദം ചോദിക്കാൻ പറ്റിയില്ല. വെരി സോറി എന്ന് പറഞ്ഞ് DK സോഫയിലിരുന്നു. ഋഷി ഇമ്രാന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി. രാജശേഖർ വാതിൽക്കൽ ആർക്കോ ആംഗ്യം കാണിച്ചപ്പോൾ കമ്മീഷണറും കൂടെ ഒരു മാന്യനായ വ്യക്തിയും കുമാറും മറ്റു പോലീസുകാരും അകത്തേക്ക് വന്നു. DK അവരെ പരിചയപ്പെടുത്തി. സുജിത, ഇദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇദ്ദേഹത്തിന്റെ മുന്നിലാണ് നിന്റെ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. സത്യം പറഞ്ഞതിന് നന്ദി. ബാക്കി സ്റ്റേഷൻ വെച്ച് സംസാരിക്കാം. അന്ന് രാത്രി 10 മണി, തിരുപ്പൂരൂർ പോലീസ് സ്റ്റേഷൻ. ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ സുജിതയുടെ മുന്നിൽ DKയും രാജശേഖറും ഇരിക്കുന്നു. ക്യാമറയിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കമ്മീഷണറും ജഡ്ജിയും പുറത്തിരുന്ന് ഗ്ലാസ്സിലൂടെ ഇത് കാണുകയും ഹെഡ്ഫോൺ വഴി കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സംസാരിക്കാമോ എന്ന് ചോദിച്ച DK കമ്മീഷണറെ നോക്കി. കമ്മീഷണർ രാജശേഖരനെ കണ്ണുകാണിച്ച് രാജശേഖറും കുമാറും സുജിതയെ സമീപിച്ചു. വിചാരണ മുറിയിലെ ടേബിളിന് മുന്നിൽ സുജിത ഇരിക്കുന്നു. അവൾക്കെതിരെയുള്ള കസേരകളിൽ DKയും രാജശേഖറും ഇരുന്നു. സുജിത തന്നെ ആദ്യം ചോദിച്ചു. നിങ്ങൾ എങ്ങനെയാണിത് കണ്ടുപിടിച്ചത്? DK പറഞ്ഞു. റസാഖാണ് ഞങ്ങൾക്ക് വഴികാട്ടി തന്നത്. അത് കേട്ട് സുജിത അത്ഭുതപ്പെട്ടു. റസാഖോ? അവൻ മരിച്ചല്ലോ, DK പറഞ്ഞു. അതെ, അവൻ മരിച്ചു. പക്ഷെ അവന്റെ കയ്യിൽ ഒരു ഫോൺ നമ്പർ എഴുതിയിരുന്നു. അത് നിങ്ങളുടെ ചെന്നൈ ഓഫീസിലെ റിസപ്ഷൻ നമ്പറായിരുന്നു. നിങ്ങൾ എവിടെയാണ് താമസമെന്നറിയാത്ത റസാഖ് എങ്ങനെയോ നിങ്ങളുടെ ഓഫീസ് നമ്പർ കണ്ടുപിടിച്ച് അവിടെ വിളിച്ച് ഈ ഗസ്റ്റ് ഹൗസ് മനസ്സിലാക്കി. ആ നമ്പർ അവൻ മാർക്കർ കൊണ്ട് കയ്യിലെഴുതിയത് കൊണ്ട് അത് മായാതെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നമ്പർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. കാരണം വർഷങ്ങളായി ഞാൻ ഭീകരവാദികളെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ഭീകരവാദി സംഘം ഒരു VIP കൊല്ലാൻ പ്ലാൻ ചെയ്താൽ അത് വളരെ കൃത്യമായിരിക്കും. സാധാരണ ഗുണ്ടകളെ പോലെ അശ്രദ്ധമായ അവർ ഒന്നും ചെയ്യില്ല. VIP മുഴുവൻ വിവരങ്ങളും കിട്ടാതെ അവർ ഒരു നീക്കവും നടത്തുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു റിസപ്ഷൻ നമ്പറിൽ വിളിച്ച് നിങ്ങളെ ബന്ധപ്പെടാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനൊരു ഭീകരവാദിയാകാൻ വഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് റസാഖിന്റെ പശ്ചാത്തലം അന്വേഷിക്കാൻ ഞാൻ ഋഷിയെ മുംബൈയിലേക്ക് അയച്ചത്. അവൻ ജയിലിലും റസാഖിന്റെ വീട്ടിലും അന്വേഷിച്ച് എല്ലാ വിവരങ്ങളും എനിക്ക് കൊണ്ടുവന്നു. DK മേശപ്പുറത്തിരുന്ന ഫയൽ കയ്യിലെടുത്തു. അവൻ തുടർന്നു. സത്യം പറഞ്ഞാൽ റസാഖ് ഒരു പാവമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന അവൻ്റെ അനിയത്തിയെ ശല്യം ചെയ്ത ചിലരെ ദേഷ്യം കൊണ്ട് ഓടിച്ചിട്ട് കൊലപ്പെടുത്തിയതിനാണ് അവന് വധശിക്ഷ ലഭിച്ചത്. ജയിലിൽ വെച്ച് അവൻ അതിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്.
അവന്റെ ജയിൽ സുഹൃത്ത് ഇമ്രാൻ അതിന് സാക്ഷിയാണ്. റസാഖിന്റെ മൃതദേഹം കിട്ടിയ അതേ സമയത്താണ് മഹാബലിപുരം പരിസരത്ത് ഭീകരവാദികളുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും കമ്മീഷണർക്ക് ലഭിക്കുന്നത്. ജയിൽ ചാടിയ റസാഖിനെ തിരഞ്ഞുള്ള മുംബൈ പോലീസിന്റെ ഫയലും ഇതേ സമയത്താണ് വന്നത്. ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണെങ്കിലും ഒരേ സമയം വന്നതുകൊണ്ട് കമ്മീഷണർക്ക് ഫയൽ നൽകിയവർ ഇവ തമ്മിൽ ബന്ധമുണ്ടെന്ന് തെറ്റായി ധരിച്ചു. റസാഖ് ഒരു ഭീകരവാദിയേ അല്ല. എന്താണ് നടന്നതെന്ന് എനിക്ക് ഏകദേശം അറിയാം. അതിനുള്ള തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറയൂ സുജിത, അജിതയായി മാറിയ ആ രഹസ്യം എന്താണ്? ഇതിൽ റസാഖിനെ കൊല്ലേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു? DK ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സുജിത തലകുനിച്ചിരുന്നു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്പനേരം കാത്തിരുന്ന ശേഷം DK ഫയലിൽ നിന്ന് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പുറത്തെടുത്തു. അതിൽ ഒരേപോലെയുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. DK പറഞ്ഞു, നിങ്ങളുടെ ഈ മൗനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല സുജിത. ഈ ചിത്രത്തിലുള്ളത് ആരാണെന്നറിയാമോ? ഫോട്ടോ കണ്ടപ്പോൾ സുജിതയുടെ മുഖത്ത് ഭാവമാറ്റങ്ങളുണ്ടായി. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് അവൾ ചോദിച്ചു. DK പറഞ്ഞു, റസാഖിന്റെ വീട്ടിൽ നിന്ന്. അജിതയായി മാറിയപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം നിങ്ങൾ നശിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ റസാഖ് ഒരു ഇഷ്ടം കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. സുജിത സംസാരിക്കാൻ തുടങ്ങി. ശരിയാണ്, അവൻ പാവമായിരുന്നു. എന്നെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാനും അജിതയും ഐഡന്റിക്കൽ ട്വിൻസാണ്. കാഴ്ചയിൽ ഞങ്ങൾ ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഒരു വയസ്സുള്ളപ്പോൾ ഞാൻ താഴെ വീണ കവിളിൽ ഒരു മുറിവുണ്ടായി. അത് ഒരു പാടായി മാറി. ഞങ്ങളെ തിരിച്ചറിയാനുള്ള ഏക അടയാളം അതായിരുന്നു. അന്ന് കുടുംബത്തിൽ വലിയ ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് അജിതയെ 3 വയസ്സുള്ളപ്പോൾ ഒരു ഫോറിൻ ഫാമിലിക്ക് ദത്തെടുത്ത് നൽകി. ഞാനിവിടെ ദാരിദ്ര്യത്തിൽ തന്നെ വളർന്നു. നന്നായി പഠിച്ചു. പഠനം കഴിഞ്ഞപ്പോൾ ടൂറിസ്റ്റ് ഗൈഡായി ജോലിക്ക് ചേർന്നു. ഇങ്ങനെ 3 വർഷം കടന്നുപോയി. അപ്പോഴാണ് എന്നെ അന്വേഷിച്ച് അജിത വന്നത്. അത് കേട്ട DK പറഞ്ഞു, രസകരമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൾ എന്തിനാണ് നിങ്ങളെ കാണാൻ വന്നത്? സുജിത സംസാരിക്കാൻ തുടങ്ങി. അജിതയെ ദത്തെടുത്ത മാതാപിതാക്കൾ വലിയ സമ്പന്നരായിരുന്നു. രോഗബാധിതരായി മരിക്കുന്നതിനു മുമ്പ് അവൾ ദത്തെടുക്കപ്പെട്ടതാണെന്ന സത്യവും ഞങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അവർ അവളോട് പറഞ്ഞു. മറ്റു ബന്ധുക്കളില്ലാത്ത അജിതയ്ക്ക് സ്വന്തം അച്ഛനമ്മമാരെയും ഇരട്ട സഹോദരിയെയും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ ആദ്യം എന്നെയാണ് കണ്ടത്. ഞങ്ങളുടെ രൂപസാദൃശ്യം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവൾക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാനും സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഇത്രയും കാലത്തിന് ശേഷം അജിത എന്നെ തേടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ അജിതയെ കണ്ടില്ലേ? DK ചോദിച്ചു. ഇല്ല, അജിത ഞങ്ങളോടൊപ്പം സ്ഥിരമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നു. അച്ഛനെയും അമ്മയെയും എന്നെയും വളരെ നല്ല രീതിയിൽ നോക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതിനായി അമേരിക്കയിലേക്ക് തിരികെ പോയി ചില ഫോർമാലിറ്റീസ് ചെയ്യേണ്ടതുണ്ടെന്ന് അവൾ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് നേരിട്ട് വന്ന് സർപ്രൈസ് നൽകാമെന്നാണ് അവൾ പറഞ്ഞത്. നല്ല തീരുമാനമാണല്ലോ അവൾ എടുത്തത്. പിന്നെന്തിനാണ് നിങ്ങൾ അജിതയെ കൊന്നത് സുജിത? DK ചോദിച്ചു. സത്യം പറഞ്ഞ അജിതയ്ക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എനിക്കങ്ങനെ തന്നെയായിരുന്നു. കാരണം അവളുടെ ഒരു നില വെച്ച് നോക്കിയാ അത്രയും സമ്പത്തുള്ള കുട്ടി ഞങ്ങളെ തേടി വരേണ്ട ഒരു കാര്യവും ഇല്ല. എങ്കിലും ഞങ്ങളെ തേടി വന്ന അവളുടെ സ്നേഹം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവളോട് എനിക്ക് വലിയ അടുപ്പായിരുന്നു. പക്ഷേ സംസാരത്തിനിടയിൽ അവൾ പറഞ്ഞൊരു കാര്യം, അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവളെന്താ പറഞ്ഞത്? അത് യഥാർത്ഥത്തിൽ ആ വിദേശികൾ ദത്തെടുക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നെയായിരുന്നു. എന്നാൽ അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ എനിക്ക് സുഖമില്ലാതായി. കുറച്ച് ദിവസം കാത്തിരുന്നിട്ടും എൻ്റെ അസുഖം മാറിയില്ല. അവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായി. അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാതെ എനിക്ക് പകരം അവർ അജിതയെ കൊണ്ടുപോയി. അജിത ഇത് വളരെ സാധാരണമായി പറഞ്ഞതാണെങ്കിലും എനിക്കത് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുവരെ അജിതയെ ദത്തെടുത്ത് കൊടുത്തു എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ആ ദത്തെടുക്കലിന് പിന്നിലുണ്ടായിരുന്ന സൗകര്യങ്ങളും അവസരങ്ങളും ആഡംബര ജീവിതവും അവൾ നേരിട്ട് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെല്ലാം എനിക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നറിഞ്ഞപ്പോൾ അജിതയോടുള്ള സ്നേഹത്തേക്കാൾ ദേഷ്യവും അസൂയയുമാണ് എനിക്ക് തോന്നിയത്. സുജിത പറഞ്ഞപ്പോൾ DK ചോദിച്ചു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? സുജിത അതേന്ന് തലയാട്ടി. നിറകണ്ണുകളോടെ അവൾ തല താഴ്ത്തി. DK കുറച്ചു നേരം അവളെ ഉറ്റുനോക്കി. സുജിത തല ഉയർത്തിയില്ല. DK പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു സുജിത. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവളാണ്. ആ കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ കോളേജ് പഠനം പൂർത്തിയാക്കി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കി നിങ്ങളത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി. ശരിയല്ലേ? സുജിത അത് സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? എങ്ങനെയാണ് ചെയ്തത്? പറയൂ. DK ചോദിച്ചപ്പോൾ അവൾ വിവരിക്കാൻ തുടങ്ങി. ആദ്യം അച്ഛനമ്മമാരോട് അജിത പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു. അവർ ആദ്യം സമ്മതിച്ചില്ല. അതിനാൽ വീട്ടിൽ വഴക്കായി. പിന്നീട് ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ സത്യം മനസ്സിലായി.
ഒടുവിൽ എൻ്റെ മാതാപിതാക്കളും അത് സമ്മതിച്ചു. അതായത് ആദ്യം എന്നെ കൊണ്ടുപോകാനാണ് അവർ വന്നത്. എനിക്ക് പനി വന്നതുകൊണ്ട് അവളെ കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ അജിതയോട് പറഞ്ഞു, അച്ഛനമ്മമാരെ കാണുന്നത് വരെ നിനക്ക് ഒരു ഇരട്ട സഹോദരിയുണ്ടെന്ന കാര്യം നിന്റെ ഭാഗത്തുള്ള ആരോടും പറയണ്ട എന്ന്. ഇന്ത്യയിൽ സെറ്റിലാകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം എല്ലാവരെയും വിളിച്ചൊരു പാർട്ടി നൽകി സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവളും അത് സമ്മതിച്ചു. പിന്നീട് അജിത തന്റെ ബിസിനസ് ഇന്ത്യയിൽ നിന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഹെഡ് ഓഫീസ് ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഈ നിയമപരമായ കാര്യങ്ങൾക്കായി അവൾ ഇടയ്ക്കിടെ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. 3-4 മാസം ഇവിടെ നിൽക്കും. ഈ ജോലികൾ പൂർത്തിയാക്കാൻ 2 വർഷം എടുത്തു. ആ സമയത്ത് അവളോടൊപ്പം ഇരുന്ന് അവളുടെ ശീലങ്ങളും പെരുമാറ്റങ്ങളും ബിസിനസ് ഇടപാടുകളും എല്ലാം ഞാൻ പതുക്കെ പഠിച്ചെടുത്തു. സത്യം പറഞ്ഞ അജിത തന്നെ എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നു. ഡി.കെ ചോദിച്ചു. അപ്പോ അജിതയ്ക്ക് നിങ്ങളിൽ അത്യധികം വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു, ശരിയല്ലേ? പിന്നെ എന്താ ഉണ്ടായത്? സുജിത തുടർന്നു. എല്ലാം പഠിച്ചെടുത്ത ശേഷം എൻ്റെ രൂപം മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഞാനും അജിതയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എൻ്റെ കവിളിലെ ആ തഴമ്പായിരുന്നു. അജിത വന്നതിൽ പിന്നെ എനിക്ക് പണത്തിനൊരു കുറവില്ലായിരുന്നു. അതിനാൽ അജിത അമേരിക്കയിൽ പോയിരുന്ന സമയം നോക്കി ഞാൻ ലേസർ ചികിത്സയിലൂടെ ആ തഴമ്പ് നീക്കം ചെയ്തു. ശരി, പക്ഷേ അജിത ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചില്ലേ? ഡി.കെ ചോദിച്ചു. സത്യത്തിൽ അജിതയുടെ ആഗ്രഹം അതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകരുത് എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തഴമ്പ് മാറ്റിയത് കണ്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. വീട്ടുകാരും സന്തുഷ്ടരായിരുന്നു. ഓ, പാവം കുട്ടി, ഡി.കെ പറഞ്ഞു. സുജിത തുടർന്നു. പിന്നീട് ഒരിക്കൽ അജിതയ്ക്ക് എൻ്റെ അച്ഛനമ്മമാരെ കാണുമെന്ന് തോന്നി. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അന്നവൾ പറഞ്ഞ ഒരു ഐഡിയ ആണ് എൻ്റെ പ്ലാനിനെ അടുത്ത തലത്തിലേക്ക് എത്തിച്ചത്. എന്തായിരുന്നു ആ പ്ലാൻ? ഡി.കെ ചോദിച്ചു. സുജിത എന്ന പേരിൽ വീട്ടിലേക്ക് വരാമെന്ന് അവൾ പറഞ്ഞു. അവൾ സുജിതയായി വന്നപ്പോൾ എൻ്റെ അച്ഛനമ്മമാർക്ക് പോലും അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. അതിനുശേഷം അവൾ എൻ്റെ വീട്ടിലേക്കും ഞാൻ അവളുടെ ഓഫീസിലേക്കും വേഷം മാറി പോകാൻ തുടങ്ങി. അജിത ഇതൊരു തമാശയായി കണ്ടു. പക്ഷേ എൻ്റെ പ്ലാൻ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ആർക്കും സംശയം തോന്നിയില്ലേ? ഇല്ല, ആർക്കും സംശയം തോന്നിയില്ല, സുജിത മറുപടി നൽകി. ഡി.കെ ചോദിച്ചു. പിന്നെ എങ്ങനെയാണ് റസാഖ് ഈ കാര്യം അറിഞ്ഞത്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, സുജിത പറഞ്ഞു. റസാഖ് ഞാനും ഒരേ നാട്ടുകാരാണ്. അവൻ അത്യാവശ്യ സമ്പന്നമായ വീട്ടിലെ പയ്യനായിരുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയത്തിലായിരുന്നു. അവൻ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് കോളേജ് പഠനം പൂർത്തിയാക്കാൻ തന്നെ കഴിഞ്ഞത്. എനിക്ക് ടൂറിസ്റ്റ് ഗൈഡായി ജോലി കിട്ടിയപ്പോൾ അവനത് വലിയ ആഘോഷമാക്കി. ഞങ്ങളുടെ നാട്ടിൽ അതൊരു വലിയ ജോലിയായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അവൻ ജയിലിൽ പോകേണ്ടി വന്നത്. എന്താ ഉണ്ടായത്? ഡി.കെ ചോദിച്ചു. റസാഖ് ഒരു ദേഷ്യക്കാരനായിരുന്നു. അവനൊരു അനിയത്തിയുണ്ട്. അവളെൻ്റെ കോളേജ് ജൂനിയർ ആയിരുന്നു. അവൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ചിലർ അവളെ ശല്യം ചെയ്തു. ഇതറിഞ്ഞ റസാഖ് അവരെ നാടുനീളെ ഓടിച്ചിട്ട് പിന്നെ അവൻ അവരെ കൊന്നു. 5 പേര് മരിച്ചു. എല്ലാവരും കണ്ടു നിൽക്കി നടന്ന സംഭവമായതുകൊണ്ട് അവന് വധശിക്ഷ ലഭിച്ചു. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശരി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവന് അജിതയെ അറിയില്ലായിരുന്നോ? ഡി.കെ ചോദിച്ചു. ഇല്ല, അജിത വരുന്നതിന് മുമ്പേ നടന്ന കാര്യമാണിത്. റസാഖ് ജയിലിൽ പോയത് എനിക്ക് വലിയ ആഘാതമായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞാണ് അജിത വന്നത്. പക്ഷെ ഞാൻ അജിതയല്ല സുജിതയാണെന്ന് റസാഖ് എങ്ങനെ അറിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡി.കെ പറഞ്ഞു. അത് ഞാൻ പറയാം. നിങ്ങൾ ലേസർ ചികിത്സയ്ക്കായി ഒരു ആശുപത്രിയിൽ പോയിരുന്നല്ലോ? ഡി.കെ ചോദിച്ചു. അതെ, മുംബൈയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ. എന്തുകൊണ്ടാണ് ആ ആശുപത്രി തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയാം. അത് നഗരത്തിന് പുറത്താണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ആ ആശുപത്രിക്ക് തൊട്ടടുത്താണ് സെൻട്രൽ ജയിൽ. ഇത് കേട്ട് സുജിത ഞെട്ടിപ്പോയി. എന്ത്? അതിനും ഇതിനും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങളുടെ നിർഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം. നിങ്ങൾ ആശുപത്രിയിലുള്ള സമയത്ത് ജയിലിൽ ഒരു അപകടം നടന്നു. റസാഖ് ഉൾപ്പെടെയുള്ള ചില തടവുകാർക്ക് പരിക്കേറ്റു. അത്യാഹിത ആയതുകൊണ്ട് അവരെ ആ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് റസാഖ് നിങ്ങളെ കണ്ടത്. നിങ്ങളെ കാണാൻ അവൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് അനുവദിച്ചില്ല. എന്നിട്ട് അവൻ പോലീസുമായി വഴക്കിട്ടു. ഒടുവിൽ എല്ലാവരെയും സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോ ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സുജിത ചോദിച്ചു. ഡി.കെ മറുപടി നൽകി. റസാഖ് ഒരു ഭീകരവാദിയാകാൻ വഴിയില്ലെന്ന് തോന്നിയപ്പോൾ തന്നെ അവന്റെ പശ്ചാത്തലം അന്വേഷിക്കാൻ ഞാൻ ഋഷിയെ മുംബൈയിലേക്ക് അയച്ചു. അവൻ ജയിലിൽ അന്വേഷിച്ചപ്പോൾ സത്യം മനസ്സിലായി. അവൻ ഭീകരവാദിയൊന്നുമല്ല. ദേഷ്യം കാരണം കൊലപാതകം ചെയ്ത് വധശിക്ഷ കാത്തു കഴിയുന്നവരാണെന്നറിഞ്ഞു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ എല്ലാ മാസവും ഒരു പെൺകുട്ടി അവനെ കാണാൻ അപേക്ഷ നൽകാറുണ്ടെന്നും മനസ്സിലായി. വിസിറ്റർ ഫോമിൽ അവളുടെ പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. അവളുടെ പേരെന്താണെന്ന് അറിയാമോ? ഡി.കെ നിർത്തിയപ്പോൾ സുജിത തലതാഴ്ത്തി. അജിത, സുജിത എന്നീ പേരുകൾ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ സംശയം തോന്നി.
അവിടെ നിന്നാണ് ഇമ്രാനെക്കുറിച്ചും അവൻ ജയിൽ മോചിതനായതിനെക്കുറിച്ച് വിവരം കിട്ടിയത്. ഉടൻ തന്നെ വിസിറ്റർ ഫോമിലുണ്ടായിരുന്ന സുജിതയുടെ വിലാസത്തിലേക്ക് ഞാൻ ഋഷി അയച്ചു. അവിടെയാണ് ഞങ്ങൾക്ക് വലിയൊരു ഷോക്ക് ലഭിച്ചത്. DK ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. "ഇതെന്താണ്?" സുജിത ചോദിച്ചു. "ഇത് സുജിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്." സുജിതയുടെ മുഖത്ത് ഞെട്ടൽ നിഴലിച്ചു. DK തുടർന്നു. "ഋഷി അവിടെ പോയപ്പോൾ 2 കാര്യങ്ങളാണ് ഞങ്ങളെ ഞെട്ടിച്ചത്. 1, റസാക്കിന്റെ കാമുകിയായ സുജിത ഇപ്പോൾ ജീവനോടെയില്ല. 2, സുജിതയും അജിതയും തമ്മിലുള്ള രൂപസാദൃശ്യം. റസാക്ക് ജയിലിൽ പോയതിലുള്ള സങ്കടം കാരണം സുജിത ഒരു കത്തെഴുതി വെച്ച് നാട്ടിലെ ക്വാറിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. കാണാതായതിനെ തുടർന്ന് മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു. 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടത്തി. ഇതറിഞ്ഞതോടെ റസാക്കിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം എനിക്ക് മനസ്സിലായി. അതിനുള്ള തെളിവ് വേണ്ടേ? അതിനാണ് ഞങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നുവെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഡോക്ടർ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള തിരിച്ചറിയൽ അടയാളങ്ങളുമായി ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ളവ ഒത്തുപോകുന്നില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ വിരലടയാളം ആധാർ കാർഡുമായി മാച്ച് ആകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഇനി പറയൂ, അജിതയെ എങ്ങനെയാണ് കൊന്നതെന്ന് നിങ്ങൾ വെളിപ്പെടുത്തുമോ?" DK ചോദിച്ചു. സുജിത മറുപടി ഒന്നും പറഞ്ഞില്ല. "മാഡം, നിങ്ങളിപ്പോൾ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുകയാണ്. ഇനി ഒന്നും ഒളിക്കാൻ കഴിയില്ല. നിങ്ങൾ പറ," DK വീണ്ടും ചോദിച്ചു. "ശരിയാണ് DK സർ. ഇനി മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല. അജിത എന്നെ പൂർണ്ണമായും വിശ്വസിച്ചു. ഇനി സത്യം സമ്മതിക്കുന്നതാണ് അവൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ കടപ്പാട്." "ചോദിക്കേ, ഞാനെല്ലാം പറയാം," സുജിത പറഞ്ഞു. "വളരെ നല്ല തീരുമാനം. പറയൂ മാഡം, അജിതയെ എങ്ങനെയാണ് കൊന്നത്?" "അജിതയെ മാറാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ അവളെ ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉത്സവമായിരുന്നു. ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാറിൽ വരുമ്പോൾ വഴിയരികിലുള്ള ഒരു വലിയ ക്വാറിയെക്കുറിച്ച് അവളോട് പറഞ്ഞു. അവിടുത്തെ ലൊക്കേഷൻ മനോഹരമാണെന്ന് കേട്ടപ്പോൾ അവൾക്കും അത് കാണാൻ വലിയ താല്പര്യമായി. ക്വാറിയുടെ താഴെ ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ആ ക്വാറി വളരെ ആഴമുള്ളതായിരുന്നു. വശങ്ങളിൽ പിടിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ നീന്തൽ അറിയുന്നവർക്ക് പോലും സഹായമില്ലാതെ മുകളിലേക്ക് വരാൻ കഴിയില്ല. സുജിതയുടെ പേരിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആത്മഹത്യാക്കുറിപ്പ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഞാൻ അവിടെ വെച്ചു. പോലീസ് പരിശോധിച്ചാലും എന്റെ കൈയക്ഷരം മാച്ച് ആകുമായിരുന്നു. ഞാൻ കരുതിയതുപോലെ തന്നെ 3 ദിവസത്തിന് ശേഷം അജിതയുടെ മൃതദേഹം കണ്ടെത്തിയ പോലീസ് ആ കത്ത് കണ്ട് അതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ അജിതയായി മാറി. നേരത്തെ പഠിച്ചെടുത്ത ബിസിനസ് അജിതയായി നിന്ന് നിയന്ത്രിച്ചതുകൊണ്ട് ബിസിനസ് മേഖലയിൽ എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആൾമാറാട്ടം പുറത്തറിയാതിരിക്കാൻ നിങ്ങൾ പുറത്തിറങ്ങുന്നത് കുറച്ചു. പ്രശസ്തി ഇഷ്ടപ്പെടാത്ത ലളിത ജീവിതം നയിക്കുന്ന ആളാണെന്ന് നാട്ടുകാരും കരുതി. ശരിയല്ലേ?" DK ചോദിച്ചു. "അതെ സർ. പക്ഷേ റസാക്ക് എങ്ങനെയാണ് ഇതിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല," സുജിത പറഞ്ഞു. DK മറുപടി നൽകി. "അത് ഞാൻ പറയാം. ഞങ്ങളത് അന്വേഷിച്ചു. അതിന് കാരണം ഇമ്രാനാണ്. എല്ലാ മാസവും തന്നെ കാണാൻ ജയിലിൽ വരുന്ന സുജിത പെട്ടെന്ന് വരാത്തതിന്റെ കാരണം റസാക്കിന് മനസ്സിലാകില്ല. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ റസാക്ക് സുജിതയെ മറന്നു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് പത്രത്തിൽ അജിതയുടെ ഫോട്ടോ വരുന്നത് അവൻ കണ്ടത്. അത് കണ്ടപ്പോൾ അത് സുജിത തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. സുജിത എന്തിനോ വേണ്ടി അജിതയായി മാറിയിരിക്കുകയാണെന്ന് അവൻ വിശ്വസിച്ചു. ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ റസാഖ് ജയിലിലെ തന്റെ സുഹൃത്തായ ഇമ്രാനോട് ഇത് പറഞ്ഞു. ഇമ്രാനാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് സുജിതയെ കണ്ട് പണം വാങ്ങി ജീവിതം സെറ്റിലാക്കാമെന്ന ബുദ്ധി അവന് നൽകിയത്. അതിനുവേണ്ടിയാണ് അവൻ ജയിൽ ചാടിയത്. ഒടുവിൽ ചെന്നൈയിലെ നിങ്ങളുടെ ഓഫീസ് നമ്പർ വഴി അവൻ ഈ ഗസ്റ്റ് ഹൗസ് കണ്ടെത്തി നിങ്ങളെ കാണാൻ വന്നു. വർഷങ്ങൾക്ക് ശേഷം കുഴിച്ചുമൂടിയ സത്യങ്ങൾ റസാഖിന്റെ രൂപത്തിൽ മുന്നിലെത്തിയപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ അവനെ തീർത്തത്. ശരിയല്ലേ?" അല്പനേരം സുജിതയെ ഉറ്റുനോക്കിയ ശേഷം DK തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ പുറത്തെടുത്തു. സുജിത ഒന്നും മനസ്സിലാകാതെ നോക്കി. "ഇത് റസാഖിന്റെ ലാബ് റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവന്റെ ശരീരത്തിൽ നിന്ന് സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സൂചന ലഭിച്ചു. റസാഖിന്റെ ശ്വാസകോശത്തിലും ദഹനനാളിയിലും ഒരു പ്രത്യേകതരം ബയോലുമിനസെന്റ് ഫ്ലൂറസെന്റ് ബാക്ടീരിയ കണ്ടെത്തി. ഈ ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രാത്രിയിൽ വയലറ്റ് നിറത്തിൽ പ്രകാശിക്കും. ചില സമയങ്ങളിൽ കടൽവെള്ളം രാത്രിയിൽ നീലയോ വയലറ്റോ നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ഈ ബാക്ടീരിയകളാണ്. ഉപ്പുവെള്ളത്തിലാണ് ഇവ വളരുന്നത്. ഇത് കണ്ടപ്പോൾ കൊലയാളി റസാഖിനെ ഏതെങ്കിലും കടൽ തീരത്ത് വെച്ചാകണം കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അവന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന മണ്ണ് കടൽ തീരത്തെ മണ്ണല്ലായിരുന്നു. ഉപ്പുവെള്ളമുള്ള മറ്റു സ്ഥലങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഗ്രേറ്റ് സാൾട്ട് ലേക്കിനെ കുറിച്ച് അറിഞ്ഞത്. അതെവിടെയാണെന്ന് അറിയാമോ സുജിത?" അവൾ അറിയില്ലെന്ന് തലയാട്ടി. DK ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "വിധിക്ക് വലിയ ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ടു പിന്നിലാണ്." സുജിത ഞെട്ടിപ്പോയി. DK തുടർന്നു.
നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിന് പിന്നിൽ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു തടാകമുണ്ട്. അതാണ് സാൾട്ട് ലേക്ക്. പണ്ട് കടൽ വെള്ളം നിറച്ച് ഉപ്പുണ്ടാക്കിയിരുന്ന സ്ഥലമാണത്. ആ തടാകത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ കോമ്പൗണ്ടിലുള്ള ആ കുളം. ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കി തരണം. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടായിട്ടും എന്തിനാണ് അവനെ വെള്ളത്തിൽ മുക്കിക്കൊന്നത്? സുജിത മറുപടി നൽകി. അതൊരു അബദ്ധമായിരുന്നു. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ അവൻ ഞങ്ങളെ ആക്രമിച്ച് വീടിന് പിന്നിലേക്ക് ഓടി. ഭോജൻ അവനെ പിന്തുടർന്ന് ആ കുളത്തിനടുത്ത് വെച്ച് പിടികൂടി അവനെ മുക്കിക്കൊന്നു. അതായിരുന്നു നിങ്ങളുടെ നിർഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യവും. നിങ്ങൾ അവനെ വെള്ളത്തിൽ മുക്കിയപ്പോൾ അവൻ കുടിച്ച വെള്ളത്തിലൂടെ ആ ബാക്ടീരിയകളും അവന്റെ ഉള്ളിലെത്തി. ലാബ് റിപ്പോർട്ട് കണ്ടതോടെ കൃത്യമായ സ്ഥലം കണ്ടെത്താനാണ് ഞാൻ സുരക്ഷയുടെ പേരിൽ ഇങ്ങോട്ട് വന്നത്. കമ്മീഷണർ സാർ റസാഖിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വല്ലതും വെളിപ്പെടുത്തുമോ എന്ന് പേടിച്ചാണ് ഞാൻ അദ്ദേഹത്തെ തടഞ്ഞത്. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ വീടിന് പിന്നിലെ ആ കുളം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ചെളിയിൽ തെന്നി വീണതായി അഭിനയിച്ച ഷൂസിലൂടെ വെള്ളത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ ഞാൻ ശേഖരിച്ചത്. റസാഖിന്റെ ശരീരത്തിൽ കണ്ട ബാക്ടീരിയയും മണ്ണും ഞാനെടുത്ത സാമ്പിളുമായി കൃത്യമായി മാച്ചായി. റസാഖ് കൊല്ലപ്പെട്ടത് ഇവിടെയാണെന്ന് തെളിയിക്കാൻ ഈ റിപ്പോർട്ട് മാത്രം മതി. സുജിതയ്ക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഡി കെ തുടർന്നു. ഈ സംഭവങ്ങളിൽ ചില തെളിവുകളുണ്ടെന്നല്ലാതെ സുജിതയെ ഇതിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. നിങ്ങളുടെ സ്വന്തം വാക്കുകളിലൂടെ ഇത് സമ്മതിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ഏക വഴി. അതിനാണ് റസാഖിന്റെ ജയിൽ സുഹൃത്തായ ഇമ്രാനെ വരുത്തി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഒരു നാടകം കളിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിച്ചത്. ഈ പരീക്ഷണത്തിൽ എന്നോടൊപ്പം സഹകരിച്ച കമ്മീഷണർക്കും രാജശേഖരനും നന്ദി. പക്ഷേ സുജിത, ഞാനൊരു കാര്യം പറയട്ടെ? ഡി കെ ചോദിച്ചപ്പോൾ അവൾ ചോദ്യഭാവത്തോടെ അവനെ നോക്കി. ബിസിനസ് രംഗത്തെ അധികായന്മാരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പിന്നിലാക്കി അവാർഡ് വാങ്ങുന്ന നിലയിലേക്ക് വളർന്ന നിങ്ങളുടെ കഴിവും ബുദ്ധിശക്തിയും എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടമായി. തുറന്നു പറയുകയാണെങ്കിൽ സുജിതയായി തന്നെ ഇരുന്നു കൊണ്ട് ഇതേ കഠിനാധ്വാനവും പ്രയത്നവും നിങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ നിലയിൽ എത്തുമായിരുന്നു. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾ വൈകുമായിരുന്നു എന്ന് മാത്രം. അന്ന് നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ഈ അവാർഡ് വാങ്ങാമായിരുന്നു. എന്നാൽ കുറുക്കു വഴിയിലൂടെ കിട്ടിയ വിജയം ആ അഭിമാനം ഇല്ലാതാക്കി. കണ്ടില്ലേ, സത്യം മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും തകർന്നു പോകില്ല എന്നത് എത്ര വലിയ സത്യമാണ്. ശരി സർ, ബാക്കി ഔദ്യോഗിക കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ പിന്നീട് വരാം. ഇത്രയും പറഞ്ഞ് ഡി കെ എഴുന്നേറ്റു. ഡി കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ഋഷി അവനെ പിന്തുടർന്നു. ബോസ്, ഈ കേസ് തീരാൻ കുറേ നാളെടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നല്ല കാര്യം, വേഗം കേസ് തീർത്ത് എൻ്റെ ആദ്യം മാറ്റി തന്നു. നിങ്ങൾക്ക് എൻ്റെ താല്പര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ബോസ്. വലിയ കാര്യം മാറ്റിവെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. എന്നിട്ട് ഇപ്പോഴും പഴയ ശമ്പളം തന്നെയാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അങ്ങനെ നിനക്ക് എന്ത് വലിയ കാര്യമാണോ ഉള്ളത് എന്ന് ഡി കെ ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. ഫോണിൽ വർഷിണി എന്ന പേര് തെളിഞ്ഞു. ഡി കെയുടെ സുഹൃത്തായ വരുൺകുമാറിന്റെ ഭാര്യയാണ് വർഷിണി. ഡി കെയുടെ വലിയ ബഹുമാനമുള്ള സ്ത്രീയാണ് അവൾ. ഫോൺ എടുത്തപ്പോൾ മറുപുറത്ത് വർഷിണി കരയുകയായിരുന്നു. ഏട്ടാ, അദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ഉടനെ വരുമോ? അത് കേട്ട് ഡി കെ ഞെട്ടിപ്പോയി. അതോടെ ഡി കെയുടെ അടുത്ത കേസ് ആരംഭിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ? സത്യം എത്ര വിചിത്രമാണ്. ചിലപ്പോൾ കുറ്റവാളികളെ തേടി നമ്മൾ അലയേണ്ടി വരില്ല. അവർ തനിയെ വന്ന് കുടുങ്ങും. നമുക്ക് വേണ്ടത് സൂക്ഷ്മമായ ഒരു നോട്ടവും മൂർച്ചയുള്ള ചിന്തയും മാത്രമാണ്. ഈ കേസ് ഇവിടെ അവസാനിച്ചിരിക്കാം, പക്ഷേ കുറ്റകൃത്യങ്ങളും ഗൂഢാലോചനകളും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഡി കെയുടെയും ഋഷിയുടെയും യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥ ഇവിടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടി ഒരു ലൈക്ക് കൂടി. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.